Hello, good evening. Hello, guys. Good evening. Hello, hey. Yes, good evening, all of you. കേൾക്കുന്നില്ലേ? മാമിനെ കാണുന്നുണ്ടോ? ഹലോ റെഡ് വൂൾഫ്. ഹലോ ആദില, സന. യെസ്, കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ? യെസ്. അപ്പം നമുക്ക് തുടങ്ങാം. ഹലോ, ഗുഡ് ഈവനിങ്. വൈ യു ആർ നോട്ട് ടൈപ്പിംഗ്? ഗുഡ് ഈവനിങ്. ഹലോ, കേൾക്കുന്നില്ലേ? യെസ്. യെസ്, ഗുഡ് ഈവനിങ്. താങ്ക് ഗോഡ്. ഒരാൾ റെസ്പോണ്ട് ചെയ്തു. രോഹിത്, വെരി ഗുഡ്. ഹലോ റെഡ് വൂൾഫ്. യെസ്, മൈ ബോയ്. ഓക്കെ നമുക്ക് തുടങ്ങാം. റെഡ് വൂൾഫ്, ഐ ആം ഹിയർ. യെസ്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ അറിയില്ലേ? ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഇത് എത്രാമത്തെ ചാപ്റ്റർ? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? കളക്ഷൻ ഓഫ് ഡാറ്റ. ഇന്ന് മൊത്തം ഈ സെക്കൻഡ് ചാപ്റ്റർ മൊത്തം അടിച്ചു പൊളിച്ചാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ബിഫോർ ദാറ്റ് ഇതറിയില്ലേ? +1 ജ്വാല ബാച്ച് റിവിഷൻ സ്റ്റാർട്ട്സ് ഫ്രം ജാനുവരി. ഇത് അഗെയിൻ എവറി ക്ലാസ് ഐ ആം ടെല്ലിംഗ്. നോക്ക്, ഇതിലുള്ളത് കണ്ട, ഇപ്പുറത്ത് കണ്ട, +1 ജ്വാല ബാച്ച് 2023. ഇതെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നോട്ട്സ് കാര്യങ്ങൾ എല്ലാം ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ റിവിഷൻസ്, അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ, ലൈവ് സെഷൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ. ഇതുവരെ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ യു ഗോ ആൻഡ് ജോയിൻ. ഓക്കെ. റിസ്വാൻ, യെസ്. റെഡ്, മൈ മദർ ഇസ് നോട്ട് ഹിയർ. യെസ്. വേർ ഇസ് യുവർ മദർ? ഷിഫ. യെസ്. ഓക്കെ, നമുക്കപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ തുടങ്ങിയാലോ? വാട്ട് ഈസ് ദിസ് കളക്ഷൻ ഓഫ് ഡാറ്റ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് അബൌട്ട് വാട്ട് ഈസ് ഡാറ്റ, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഔട്ട്സൈഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ നമ്മളിനി സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഹൗ ഡു വി കളക്ട് ഡാറ്റ, നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും, അതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിക്കും. ആ മെത്തേഡ്സിന് ഒരുപാട് മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും കേട്ടോ. പക്ഷേ വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ യു ഡോണ്ട് ഗോ എനിവേർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് രണ്ടാൾക്കാർ, ഡാറ്റ യു നോ വാട്ട് ഇസ് ഡാറ്റ? ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട്സ് ആണ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഫാക്ട്സ് ആണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ രണ്ടാൾക്കാരുണ്ടാവും അല്ലേ? ഏതൊക്കെ രണ്ടാൾക്കാർ? ഒരാൾ ഇൻവെസ്റ്റിഗേറ്റർ, അയാൾ തന്നെ എന്യൂമറേറ്റർ. രണ്ടാമത്തെ ആളാണ് ആര്? റെസ്പോണ്ടന്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആരാണ് ഈ എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നറിയോ? വൺ ഹൂ ഈസ് ഗോയിങ് ടു കളക്ട് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എന്യൂമറേറ്റർ ഓർ ഇൻവെസ്റ്റിഗേറ്റർ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറയാണ് യു ഗോ ആൻഡ് കളക്ട് ഡാറ്റ. അങ്ങനെയാണെങ്കിൽ യു വിൽ ബിക്കം വാട്ട്? ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ എന്യൂമറേറ്റർ. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ എന്യൂമറേറ്റർ. സപ്പോസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട്, നിങ്ങളുടെ ടീച്ചർ പറയുകയാണ് യു ഗോ ആൻഡ് കളക്ട് ഡാറ്റ ഫ്രം ദ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റിനെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. സോ യു പീപ്പിൾ വിൽ ബിക്കം വാട്ട്? യു വിൽ ബിക്കം ഇൻവെസ്റ്റിഗേറ്റർ ഓർ എന്യൂമറേറ്റർ. പിന്നെ നിങ്ങൾ ഓരോ വീടുകളിലും പോവില്ലേ? അങ്ങനെ പോകുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ ബിക്കം വാട്ട്? അവിടെ അടുത്ത ആൾക്കാർ നിങ്ങൾക്ക് വിവരങ്ങൾ തരും അല്ലേ? അപ്പോൾ അവരാരായിട്ട് മാറും? ദേ വിൽ ബിക്കം റെസ്പോണ്ടന്റ്. അപ്പോൾ നമുക്കൊരു ഡാറ്റ കളക്ഷനിൽ ഇവർ രണ്ടുപേരും വേണം. ആരൊക്കെയാണ്? ഒന്ന് എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാവും. രണ്ടാമത്തത് ആരാണ്? റെസ്പോണ്ടന്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഹൂ ഈസ് ഗോയിങ് ടു കളക്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നവർ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസ്പോണ്ടന്റ്. കണ്ടോ? ദ പേഴ്സൺ ഹൂ പ്രൊവൈഡ്സ് ഡാറ്റ ടു ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്റർക്ക് എന്ത് ചെയ്യുക? ഡാറ്റ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളെ നമ്മൾ എന്തായിട്ട് പഠിക്കും? ഹീസ് നോൺ ആസ് റെസ്പോണ്ടന്റ്. നമുക്കറിയാം റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക. എന്തോ ചോദ്യം ചോദിക്കുന്നു, അതിന് പ്രതികരിക്കുന്നു. സോ യു വിൽ ബിക്കം വാട്ട്? റെസ്പോണ്ടന്റ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നു. ടീച്ചർ ഈസ് ദ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെ? ടീച്ചർ എന്യൂമറേറ്റർ ആണ്, ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇഫ് യു ആർ ഗിവിംഗ് ആൻസർ, സോ യു വിൽ ബിക്കം റെസ്പോണ്ടന്റ്. നിങ്ങൾ ആരായിട്ട് മാറും? റെസ്പോണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡാറ്റ കളക്ഷനിൽ ഇവർ രണ്ടുപേരും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now, there are two types of data. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ഡാറ്റ? രണ്ട് ടൈപ്പ് ഡാറ്റയുണ്ട്. ദാറ്റ് ഈസ് പ്രൈമറി ഡാറ്റ ആൻഡ് വാട്ട്? സെക്കൻഡറി ഡാറ്റ. ഓക്കെ,
ആരൊക്കെ എനിക്ക് ലൈക്ക് ചെയ്യാത്തവർ വേഗം ലൈക്ക് ചെയ്തേ. ഓക്കെ, 2 types ഓഫ് ഡാറ്റ ഉണ്ട്. വാട്ട് ആർ ദേ? പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി എന്താണ് ഈ പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കളക്റ്റഡ് എ ഫ്രഷ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ്. ആൻഡ് ഡാറ്റ കളക്റ്റഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ്. അതായത് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ എന്യൂമറേറ്റർ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്ത്? പ്രൈമറി ഡാറ്റ. ഓക്കെ, രണ്ടാമത്താണ് ഇത് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ വിച്ച് ഇസ് ഓൾറെഡി കളക്റ്റഡ് ബൈ സം അതർ ഏജൻസീസ്. ആരൊക്കെയോ പണ്ട് കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയെ നമ്മൾ ആശ്രയിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡറി ഡാറ്റ. ഇപ്പം പ്രൈമറി, നിങ്ങളോട് ടീച്ചർ പറയുകയാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലൊരു പ്രോബ്ലം തന്നിട്ട് യു ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ. അപ്പം നിങ്ങൾ വീട്ടിൽ പോയി കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് ഡാറ്റ, അതായത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം വാട്ട്? പ്രൈമറി ഡാറ്റ അല്ലേ? നിങ്ങൾ തന്നെ പോയി കഷ്ടപ്പെട്ട് ചെയ്ത് വരുന്നതല്ലേ? സോ ദാറ്റ് വിൽ ബിക്കം വാട്ട്? പ്രൈമറി ഡാറ്റ. അതാണ് പ്രൈമറി ഡാറ്റ. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയി കണ്ടുപിടിക്കുന്ന ഡാറ്റയാണ് ഇത് പ്രൈമറി ഡാറ്റ. നൗ വാട്ട് ഇസ് ദ സെക്കൻഡറി ഡാറ്റ? എന്തായിരിക്കും? നിങ്ങൾ ചെയ്തു വരും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? രാവിലെ ക്ലാസ്സിലെത്തിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് അത് കോപ്പി അടിച്ച് എഴുതുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കോപ്പി അടിച്ച് എഴുതുന്ന ആൾക്ക് അതെന്ത് ഡാറ്റയാണ്? ദാറ്റ് വിൽ ബിക്കം വാട്ട്? സെക്കൻഡറി ഡാറ്റ. ഓൾറെഡി കളക്റ്റഡ് വെച്ച ഡാറ്റയല്ലേ, ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് വെച്ച സാധനം. ഇഫ് യു ആർ ജസ്റ്റ് കോപ്പിയിങ്, അത് എന്തായിട്ട് മാറും എന്നപ്പോൾ ദാറ്റ് വിൽ ബിക്കം വാട്ട്? സെക്കൻഡറി ഡാറ്റ. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ കളക്റ്റഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ്. അതായത് നേരിട്ട് പോയി മെനക്കെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കണ്ടുപിടിക്കുന്ന ഡാറ്റയാണെന്ത്? പ്രൈമറി ഡാറ്റ. വൈൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഓൾറെഡി കളക്റ്റഡ് ബൈ സം അതർ ഏജൻസീസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചില ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ കാണാം. നമ്മൾ കാണുന്നില്ലേ, ലൈവായിട്ട് നടക്കുന്ന ആ ഒരു കളിയാണെങ്കിൽ ആ ലൈവ് നമുക്ക് ടി വിയിൽ കാണാം. അതാ ഇന്ന സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നത്. അങ്ങനെ ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റ പ്രൈമറി ഡാറ്റയാണ്. പക്ഷെ നിങ്ങൾ പിറ്റേ ദിവസം അത് ന്യൂസ് പേപ്പറിൽ അതിനെയൊക്കെ വായിക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ബിക്കം വാട്ട്? സെക്കൻഡറി ഡാറ്റ. അയാൾ കണ്ടുപിടിച്ച് എഴുതിയത് ന്യൂസ് പേപ്പറിൽ വായിച്ചു, യു ആർ റീഡിങ്. അപ്പോൾ അതെന്ത് ഡാറ്റയാണ്? സെക്കൻഡറി ഡാറ്റയാണ് കേട്ടോ. അപ്പോൾ പ്രൈമറി ഡാറ്റ നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡറി ഡാറ്റ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചത് എടുക്കുന്നതാണ് എന്ത്? സെക്കൻഡറി ഡാറ്റ. So that is it. ഇനി മോഡ് ഓർ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ. നമ്മൾ സെക്കൻഡറി ഡാറ്റയെ കുറിച്ച് വി ആർ നോട്ട് സ്റ്റഡിങ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വി ആർ നോട്ട് സ്റ്റഡിങ് എനിത്തിങ് അബൌട്ട് സെക്കൻഡറി ഡാറ്റ. വി സ്റ്റഡി മെയിൻലി വാട്ട്? പ്രൈമറി ഡാറ്റ. അതായത് പ്രൈമറി ഡാറ്റയാണ് നമ്മൾ നേരിട്ട്, അതായത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ. അതായത് അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വേരിയസ് സോഴ്സസ് ആണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, രണ്ടാമത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, മൂന്നാമത്തതാണ് ഇത് ടെലഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്. ദീസ് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷനിലെ 3 മെത്തേഡ്സ് ആണ് മക്കളെ. ഈ 3 മെത്തേഡ്സും, അയ്യോ ചിൽഡ്രൻ ആർ യു ഹിയർ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻ ടു യു? ഹലോ. ഓക്കെ, ഈ പ്രൈമറി ഡാറ്റ കളക്ഷനിൽ അതായത് ഇതിൽ 3 മെത്തേഡ്സ് നമ്മൾ പഠിക്കും. ഈ 3 മെത്തേഡ്സും എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മളിവിടെ ചെയ്യും കേട്ടോ. അതാണ് നമ്മുടെ മോഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. ഐ ടോൾഡ് യു വി ആർ നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് എനി സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജേർണൽസ് നോക്കുന്നു, ഗൂഗിൾ നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു, അതേപോലെ മാഗസിൻസ്, ന്യൂസ് പേപ്പർ, ഇതിന്നൊക്കെ കിട്ടുന്ന ഡാറ്റയാണ് നമ്മുടെ എന്ത്? സെക്കൻഡറി ഡാറ്റ. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡാറ്റയുടെ 3 സോഴ്സസ് ഉണ്ട്, 3 മെത്തേഡ്സ് ഉണ്ട് കളക്ട് ചെയ്യാൻ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഐ തിങ്ക് ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ഇൻ്റർവ്യൂ. യു നോ വാട്ട് ഇസ് ദിസ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്? പേഴ്സണൽ ഇൻ്റർവ്യൂ നിങ്ങൾ ചില TV ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്നത് കണ്ടില്ലേ? യെസ്, ഹന്ന, യെസ്, സാന്ദ്ര, യെസ്, where were you? I did not see you till now. What happened? Late off? 2 minutes, 3 minutes late. Okay. Now, personal interview method ആണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, now what is this personal interview? ഇവിടെ കണ്ട 2 ആൾ ഇങ്ങനെ ഇരിക്കുന്ന അഭിമുഖ സംഭാഷണം നടത്തുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട്സ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് ദ റിസ്പോണ്ടന്റ്. റിസ്പോണ്ടന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നേരിട്ട് എന്ത് ചെയ്യാണ്? അഭിമുഖ സംഭാഷണം നടത്തിയിട്ട് വി കളക്ട് ഡാറ്റ. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്?
പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ചില TV ചാനലിലെല്ലാം ഇൻ്റർവ്യൂ അഭിമുഖം കാണാറുണ്ട് അല്ലേ? നീ ആരിൽ നിന്നാണോ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, വി ഗോ ടു ദാറ്റ് പേഴ്സൺ ആൻഡ് വി കണ്ടക്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആൻഡ് ഗെറ്റ് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. കണ്ടോ, ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട്സ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് വിത്ത് ദ റെസ്പോണ്ടൻറ്റ്. ഇങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഹിയർ വി ഹാവ് സം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, നല്ല ഗുണങ്ങളും ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ദോഷങ്ങളുണ്ട്. നോക്കിയേ, വാട്ട് ആർ ദ മെറിറ്റ്സ്? മക്കളെ, ഇതിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ്, മേ ബി പേഴ്സണൽ ഇൻ്റർവ്യൂ ആവാം, അല്ലെങ്കിൽ ടെലിഫോൺ ഇൻ്റർവ്യൂ ആവാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ആവാം, അല്ല ഐ മീൻ ടെലിഫോൺ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആവാം. ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇറ്റ് ഈസ് കമ്പൽസറി, ഇത് ഷുവർ ആണ് കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ മെറിറ്റ്സ് എന്താണെന്നറിയോ? ഇപ്പോൾ സപ്പോസ് വി ആർ ഗോയിങ് ടു കളക്ട് ഡാറ്റ, അതായത് വി കണ്ടക്ട് എ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലേ, അങ്ങനെ കിട്ടുന്ന ഡാറ്റയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഹൈ റിസ്പോൺസ് റേറ്റ് ആയിരിക്കും. അതായത് നമുക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും യെസ് അക്ഷയ് അക്കു, യെസ് മാം, യെസ് വെൽക്കം വെൽക്കം. ഓക്കെ, ഹൈ റിസ്പോൺസ് റേറ്റ് ആയിരിക്കും. അതായത് നല്ലപോലെ റെസ്പോണ്ട്, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്ത് കിട്ടും, ഉത്തരം കിട്ടും. അപ്പം നിങ്ങൾ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ യു ഇമാജിൻ യു ആർ ദ ഇൻവെസ്റ്റിഗേറ്റർ, നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്ററാണ്, നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ യു വിൽ ഗെറ്റ് ഓൾ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദിസ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് പോയി ചോദിക്കുന്ന സമയത്ത് നല്ല റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്ത് കിട്ടും, നല്ല നല്ല ഉത്തരങ്ങൾ. അപ്പം ടപ്പേ എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും, ഉത്തരങ്ങൾ കിട്ടും. രണ്ടാമത്തത്, ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി യൂസ്ഡ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ആവശ്യമുള്ള നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം ചോദിക്കുക. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഡെപ്തിലേക്കൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരിക. അങ്ങനെ ചോദിക്കാനുള്ള ഇത് നമുക്കുണ്ട്, അവസരം നമ്മുടെ ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിലുണ്ട്. സോ ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ക്ലിയർഡ്. അടുത്തെന്താണ്, ഹെൽപ്പ് ടു മേക്ക് എ റിപ്പോർട്ട് റാപ്പോ ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് റെസ്പോണ്ടൻറ്റ്. അതായത് റെസ്പോണ്ടൻറ്റും നമ്മുടെ ഇൻവെസ്റ്റിഗേറ്ററുമായിട്ട് നല്ലൊരു റാപ്പോ കൊണ്ടുവരാനും സാധിക്കും. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ക്ലിയർ ചെയ്യാം. അതേപോലെ നല്ല ആക്യുറേറ്റ് ഡാറ്റ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയില്ലേ, ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും, ഭയങ്കര റിലയബിൾ ഡാറ്റ ആയിരിക്കും, വിശ്വസിക്കാം അല്ലേ, കള്ളത്തരമൊന്നുമല്ല എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്സിന് എന്തുണ്ട്, ദെർ ആർ സോ മെനി മെറിറ്റ്സ്. നൗ കംസ് വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ദിസ് മെത്തേഡ്. ഈ മെത്തേഡ്സിൻ്റെ ഡിമെറിറ്റ്സ്, ലാഗോ, അയ്യോ മൈ ഗോഡ്, ലാഗ് വരുന്നുണ്ടോ രോഹിത്? Lag. Okay, it will be clear now. Okay, wait. What are the demerits of this personal interview method? ഈ മെത്തേഡിന്റെ demerits എന്താണെന്നറിയോ? ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയ demerit എന്താണ്? ഇതിന്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. കണ്ടോ, വളരെ ചെലവ് കൂടിയതാ. മക്കളെ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നോ പ്രോബ്ലം, നടന്നു പോയിട്ട് വി ക്യാൻ കളക്ട് ഡാറ്റ അല്ലേ, ആളെ കണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല. എങ്ങനെ? അതായത് നമ്മൾ ഒരാൾ ഇവിടെയാണെങ്കിൽ ഒരാൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, വേറെ കുറേ സ്ഥലത്ത്, അല്ലെങ്കിൽ വേറൊരാൾ വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ വണ്ടിയൊക്കെ വിളിച്ച് പോകണമോ ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, എക്സ്പെൻസീവ് ആണ്, വളരെ എന്താണ്, ചെലവ് കൂടുതലാണ്. ടീച്ചർ, ഐ ആം ലീവിങ്. വാട്ട് ഹാപ്പൻ? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ് മൈ ബോയ് റെഡ് വൂൾഫ്? വാട്ട് ഹാപ്പൻ? അമ്മ വന്നോ? എവിടെ പോയി? മോസ്റ്റ് എക്സ്പെൻസീവ്. ഓക്കെ, ദെൻ മോർ ടൈം ടേക്കിംഗ്, അതായത് കൂടുതൽ എന്ത് ചെയ്യും, സമയമെടുക്കും. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരടുത്തും പോയിട്ട് നമ്മൾ ഡാറ്റ കണ്ടുപിടിച്ചൊക്കെ കൊണ്ടുവരണ്ടേ. സോ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പേഴ്സണൽ ബയാസ് മേ ബി ഇൻഫ്ലുവൻസ്ഡ്. പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തുണ്ട്, അയാളോട് ഗസ്റ്റ് ഹാസ് കം. അയ്യോ, ഏത് ഗസ്റ്റ് ദിസ് ടൈം? കറക്റ്റ് മൂമെന്റിൽ അയ്യോ ഗസ്റ്റിനോട് പറയൂ, നൗ ഐ ആം ഗോയിങ് ടു സ്റ്റഡി ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ, ആഫ്റ്റർ സം ടൈംസ് ഐ വിൽ കം ബാക്ക്, ദെൻ കം അഗെയിൻ. ഓക്കെ, ഓർ റെഡ് വൂൾഫ് ക്രൈയിങ്. ഓക്കെ, സോ സോറി. ഓക്കെ, ദെൻ പേഴ്സണൽ ബയാസ് മേ ബി ഇൻഫ്ലുവൻസ്ഡ്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്തുള്ള സ്ഥലത്തു നിന്നാണ്
ഞാൻ എൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ്, ഞാൻ അയാളോട് പോയി ഡാറ്റ കളക്ട് ചെയ്യും. എനിക്ക് ആ കുന്ന് കയറി അടുത്ത വീട്ടിലേക്ക് പോകാൻ മടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇയാളോട് ചോദിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അങ്ങനെ ചിലപ്പോൾ എന്ത് വരും, പേഴ്സണൽ ബയാസ്, ചിലപ്പം മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഡാറ്റ കളക്ഷനിൽ എന്ത് ചെയ്യാം, സംഭവിക്കാം. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്, പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. മിനിമം 3 മെറിറ്റ്സും 3 ഡീമെറിറ്റ്സും യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. അടുത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. നൗ വാട്ട് ഇസ് ദിസ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ? മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എന്തൊക്കെയാണോ അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒരു ത്രൂ മെയിൽ, അതായത് പോസ്റ്റ് ഓഫീസിൽ മെയിൽ വഴി അയക്കുക. ദെൻ വി വിൽ കീപ്പ് എ റിക്വസ്റ്റ് ഓൾസോ. അതിൽ റിക്വസ്റ്റ് ഉണ്ടാവും, ടു കംപ്ലീറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ് ബൈ എ ഗിവൺ ഡേറ്റ്. കണ്ടോ, ഇത് ഫില്ല് ചെയ്ത് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതിക്കിട്ട് അതെന്ത് ചെയ്യണം, ഇതിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞ് വി വിൽ സെൻഡ് എ റിക്വസ്റ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. സോ അണ്ടർ ദിസ് മെത്തേഡ് ക്വസ്റ്റ്യനെയർ നമ്മൾ പഠിക്കും. എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന്? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് കുറേ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ടാകും. സോ ദാറ്റ് ഈസ് നോൺ ആസ് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ നോൺ ആസ് വാട്ട്, ക്വസ്റ്റ്യനെയർ. ആൻഡ് ദാറ്റ് ഈസ് സെൻഡ് ടു ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ബൈ മെയിൽ വിത്ത് എ റിക്വസ്റ്റ് ടു കംപ്ലീറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ് ബൈ എ ഗിവൺ ഡേറ്റ്. അതായത് ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഓൾസോ വി ആർ കീപ്പിംഗ് ഇൻ ദാറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ഓക്കെ, അപ്പം നോക്കിയേ, നമുക്ക് നേരിട്ട് പോയിട്ട് സഫ, യെസ്, ഹേ യെസ് സഫ, എന്താണിത്, ഒരു ഉഷാറില്ലല്ലോ, കമോൺ. ഓക്കെ, നൗ ഈ ക്വസ്റ്റ്യനെ നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് ഇല്ലേ, നമ്മുടെ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, അതിന് ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്. ചില കാര്യങ്ങളൊന്നും മക്കളെ നമുക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദിക്കാൻ കഴിയില്ല. കാരണം അടി കിട്ടും, നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നേരിട്ട് കണ്ട് മുഖത്തോട് മുഖം നോക്കുന്നില്ലല്ലോ, നേരിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി, ക്വസ്റ്റ്യൻ എഴുതി അങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. അപ്പോൾ ചില കാര്യങ്ങളിൽ എന്ത് മെത്തേഡ് നല്ലതാണ്, ദിസ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഈസ് വെരി ഗുഡ്. നോക്കിയേ, ഇതിൻ്റെ മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ മെറിറ്റ്സ് എന്താണെന്നറിയാം. ഇതിൻ്റെ ഏറ്റവും നല്ല മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് എക്സ്പെൻസീവാണ്, അതായത് ചിലവ് വളരെ കുറവാണ്. നമ്മൾ നേരിട്ടൊന്നും പോകുന്നില്ല, നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മെയിലിലിടുന്നു, ആ പോസ്റ്റ്മാൻ ബാക്കി നോക്കിക്കോളും. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്. അതായത് ചിലവ് വളരെ എന്താണ്, കുറവാണ്. പിന്നെ മാത്രമല്ല ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു റിമോട്ട് ഏരിയ. ചില സ്ഥലത്തൊക്കെ നമുക്ക് എത്തിപ്പെടാൻ നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് വിജയിക്കില്ല. അപ്പോൾ നമുക്ക് റിമോട്ട് ഉള്ളോട്ടുള്ള ഭാഗത്തേക്കൊക്കെ എത്തണമെങ്കിൽ, നമുക്ക് വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ, അവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, ഇത് പോസ്റ്റ്മാൻ നോക്കിക്കോളും ബാക്കി, കാരണം അവരല്ലേ കൊണ്ടുകൊടുത്തോളും ക്വസ്റ്റ്യനെയർ. ഓക്കെ, സോ സ്യൂട്ടബിൾ ടു റിമോട്ട് ഏരിയ ആണ്. അടുത്തത് നോ ഇൻഫ്ലുവൻസ് ഓഫ് റെസ്പോണ്ടന്റ്. നമ്മൾ നേരിട്ട് കാണുന്നില്ല, സോ വി കൻ നോട്ട് ഇൻഫ്ലുവൻസ് ദി റെസ്പോണ്ടന്റ്. നമുക്ക് റെസ്പോണ്ടന്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാനേ കഴിയില്ല. ഓക്കെ, അടുത്തതാണ് ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, നമ്മൾ നേരിട്ട് പോയി ചോദിക്കുമ്പോൾ ദേ വിൽ നോട്ട് ഗീവ് ആൻസേഴ്സ് അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ്, അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചോദിച്ചാൽ മതി. പണ്ട് കാലത്ത് നമുക്കറിയില്ലേ, പണ്ട് കാലമല്ല ഇപ്പോഴും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ മിസ്സേ? ഉണ്ട്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വരുന്നുണ്ട് കേട്ടോ. അതായത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, അപ്പോൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് നേരിട്ട് പോയി ചോദിക്കും അല്ലേ. നേരിട്ട് പോയി ചോദിക്കുമ്പോൾ വി വിൽ ഗെറ്റ് അടി. സോ നമ്മൾ എന്ത് ചെയ്യും, അത് ചോദിക്കില്ല. അതിനെന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നേരിട്ട് എല്ലാ കാര്യവും ഇപ്പോൾ നേരിട്ട് പോയി ചോദിച്ചാൽ ഉത്തരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡ് എന്ത് എഴുതും, ലവ് ലെറ്റർ അല്ലേ. അപ്പോൾ ആ ലവ് ലെറ്റർ ആണിത്. കാരണം എന്താ വെച്ചാൽ സെൻസിറ്റീവ് ആണ് ആ ക്വസ്റ്റ്യൻ. ഐ ലൈക്ക് യു, ഐ ലവ് യു എന്നൊക്കെ പറയാൻ പറ്റുമോ? നേരിട്ട് പോയി അടി കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി ചോദിക്കും. അതാണ് പണ്ടൊക്കെ നടന്നിരുന്നത്. ഓക്കെ, അതാണ് ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇത് നല്ലതാണ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ഓക്കെ, ഇനി ഡീമെറിറ്റ്സ് എന്താണെന്നറിയോ, ഇറ്റ് കൻ നോട്ട് ബി യൂസ്ഡ് എമംഗ് ഇല്ലിറ്ററേറ്റ്സ്. അതാണ് ഈ എഴുത്തും വായനയും അറിയാത്തവരെടുത്ത് ഈ കത്തും കൊടുത്തയച്ചിട്ട് വാട്ട് ദേ വിൽ ഡു. ഓക്കെ, അപ്പോൾ ഇറ്റ് കൻ നോട്ട് ബി യൂസ്ഡ് എമംഗ് ഇല്ലിറ്ററേറ്റ്സ്, വായിക്കാൻ എഴുതാനും അറിയാത്തവർ. ഓക്കെ, അടുത്തതാണ് റിയാക്ഷൻസ് കൻ നോട്ട് ബി വാച്ച്ഡ്. എവിടെയോ കിടക്കുന്ന റെസ്റ്റ്, അഭിജിത്ത് ജിത്തു, വാട്ട് ഹാപ്പൻ, RIP മിസ്, what is that? I did not understand. Okay,
Then next one, reactions cannot be watched. Reactions cannot be watched എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഒരിക്കലും റെസ്പോണ്ടന്റിന്റെ റിയാക്ഷൻസ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരുടെ മുഖം കാണുന്നൊന്നും നമ്മളില്ല അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതാണ് റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്. അടുത്തെന്താ പറയുക? കനോട്ട് ബി എക്സ്പ്ലെയിൻ ആംബിഗ്വസ് ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യനൊക്കെ അവർ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് വായിക്കുന്ന സമയത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. സോ കനോട്ട് എക്സ്പ്ലെയിൻ ആംബിഗ്വസ് ക്വസ്റ്റ്യൻ. അടുത്തതാണ് എന്ത്? ലോങ് റെസ്പോൺസ് റേറ്റ് ആണ് അടുത്തത്. ലോങ് റെസ്പോൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരുപാട് എന്തെടുക്കും? സമയമെടുക്കും. നമ്മൾ പറയും വാട്ട് ഹാപ്പൻ അഭിജിത്ത് ജിത്തു, വൈ യു ആർ സോ സാഡ്, ഓക്കെ, എന്ത് പറ്റി? അതെ, ലോങ് റെസ്പോൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അയക്കും, പക്ഷെ അവർ തിരിച്ചയച്ചില്ലെങ്കിൽ ഫിനിഷ്ഡ് അല്ലേ? അത് തിരിച്ചയച്ചില്ലെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ എന്ത്? ഡീമെറിറ്റ്സ്. അപ്പം നമ്മുടെ മെറിറ്റ്സ്, അതായത് മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പഠിക്കണം കേട്ടോ. ദെൻ മൂന്നാമത്തെ നമ്മുടെ മെത്തേഡാണ് ടെലഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്. കണ്ടോ, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ത്രൂ ടെലഫോൺ ഉപയോഗിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, കളക്ട് ഡാറ്റ ഓവർ ടെലഫോൺ വഴി ഉപയോഗിച്ച് ചോദിച്ചാൽ മതി. നമ്മളിങ്ങനെ നേരിട്ട് പോകണ്ട. അതേപോലെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്താണെന്നറിയോ? ലോ കോസ്റ്റ് ആണ്. അതായത് കോസ്റ്റ് വളരെ കുറവാണ്, ചിലവ് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്. ഫോണല്ലേ വിളിച്ച് ചോദിക്കുന്നത്, നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ എന്ത് കിട്ടും? നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഓക്കെ, സൈക്ലോപ്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റ്. നമുക്ക് ആളെ കാണുന്നില്ല, അപ്പം നമുക്ക് അവരെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല. അതേപോലെ വളരെ സമയം കുറവ് മതി. ഓക്കെ, അതായത് പെട്ടെന്ന് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ആൾക്കാരെ പേര് എഴുതുക. നമുക്ക് ആരിൽ നിന്നൊക്കെയാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അവരെയൊക്കെ പേരും നമ്പറും എഴുതി വെച്ചിട്ട് വിളിച്ച് ചോദിക്കുക. നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ലെസ് ടൈം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് വി ക്യാൻ കളക്ട് ഡാറ്റ. ഓക്കെ, പക്ഷേ ഈ മെത്തേഡിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. എന്താണെന്നറിയോ? ലിമിറ്റഡ് യൂസ് ആണ്. എല്ലായ്പ്പോഴും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. ചിലപ്പം വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഇല്ല. മാം ഒരു ഡൗട്ട് ചോദിച്ചോളൂ. യെസ്, വാട്ട്സ് യുവർ ഡൗട്ട്? കമോൺ. ഞാൻ നോക്കുന്നുണ്ട് ചാറ്റിലേക്ക്, പക്ഷേ ഡൗട്ട് എഴുതോ? ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ലിമിറ്റഡ് യൂസ് ആണ്. അതായത് നമുക്ക് എന്തില്ല, അധികം ഉപയോഗിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വിളിക്കുമ്പോൾ റേഞ്ച് കിട്ടില്ല. ചിലപ്പോൾ അറിയോ ഇയാൾക്ക് ഫോൺ ഉണ്ടോ? ഇന്നിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ചിലൊന്നും ഫോൺ ഉണ്ടാവില്ല. അപ്പോൾ ഫോൺ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ലിമിറ്റഡ് യൂസ് ആണ്. മാത്രമല്ല വി കനോട്ട് സീ ദ റിയാക്ഷൻ. അപ്പോൾ ചോദിക്കൂ ഷിജു, യെസ് ചോദിക്കൂ മിസ്, ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിക്കൂ. കമോൺ, റൈറ്റ്, എഴുതിക്കോ, ഞാൻ നോക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്പോൺസ് എന്ത് ചെയ്യാൻ പറ്റില്ല? വാച്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫോണിൽ കൂടിയല്ലേ? സൗണ്ടൊക്കെ മാറിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ചോദ്യം ഇഷ്ടമല്ല എന്ന്. ടെലഫോൺ, യെസ്, എന്താണ് ടെലഫോൺ ഇൻ്റർവ്യൂ മെത്തേഡിൽ എന്താ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ഓക്കെ, അപ്പം ഈ ടെലഫോൺ ഇൻ്റർവ്യൂ മെത്തേഡിനും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഇപ്പം മാം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു ക്രഷ് ഒരാൾ തോന്നുകയാണെങ്കിൽ നേരിട്ട് പോയി പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? വി ക്യാൻ യൂസ് ലവ് ലെറ്റർ, ദാറ്റ് ഈസ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം, മെയിലിംഗ് ചെയ്യാം. മൂന്നാമത്തത്, ഇനി അങ്ങനെയും പറ്റിയില്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്, നമ്മൾ എന്ത് ചെയ്യുക? ആളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുക, ഫോണിൽ കൂടെ വിളിച്ച് പറയുക. ഓക്കെ, നല്ലതാണ്. അടിയൊന്നും കിട്ടൂല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് അല്ലേ? നമുക്ക് ഇനി അടിയൊന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 മെത്തേഡ്. ഷിജു, ടെൽ മീ വാട്ട് ഇസ് യുവർ ഡൗട്ട്. അക്കു, മാം ഒരു ഡൗട്ട് ചോദിച്ചിട്ടില്ല, ദാറ്റ്സ് വൈ. ചോദിക്കൂ, യു ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 മെത്തേഡ്. അപ്പോൾ ഏതൊക്കെയാണ് മാം പറഞ്ഞ 3 മെത്തേഡ് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് 3 മെത്തേഡ്? വാട്ട് ആർ ദ 3 മെത്തേഡ്സ്? ഇതാണ് 3 മെത്തേഡ്. പേഴ്സണൽ ഇന്റർവ്യൂ ഇസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. രണ്ടാമത്താണെന്ത്? മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്. ദെൻ ദ തേർഡ് വൺ ഈസ് വാട്ട്? ടെലഫോണിൻ്റെ ഹൈ കോസ്റ്റ് ആണോ? വിച്ച് വൺ ഈസ് ഹൈ കോസ്റ്റ്? ടെലഫോൺ? നോ, ഇറ്റ്സ് ലോ കോസ്റ്റ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈ കോസ്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഇപ്പം വളരെ ചീപ്പല്ലേ മക്കളെ ഫോൺ വിളി അല്ലേ? അതുകൊണ്ടാണ് ഹൈ കോസ്റ്റ് ആണ്. അല്ല, ടെലഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ് ഇപ്പോൾ ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്, ചിലവ് വളരെ കുറവാണ്. ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് മെത്തേഡ് 3 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻ്റർവ്യൂ തന്നെയാണ് കേട്ടോ. അത് വളരെ കോസ്റ്റ് കൂടുതലാണ്. കാരണം വി ആർ ഗോയിങ് ടു കളക്ട് ഡാറ്റ ത്രൂ എ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലേ? അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോകണ്ടേ? ചില സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആവും, വണ്ടിക്കൂലിയൊക്കെ വേണ്ടി വരും. സോ ദ മോസ്റ്റ് എക്സ്പെൻസീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ആ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡാണ്. ബാക്കി 2 മെത്തേഡും ഇപ്പോൾ വളരെ ലീസ്റ്റ് ആണ് കേട്ടോ, വളരെ ലോ കോസ്റ്റ് ആണ്, കോസ്റ്റ് വളരെ കുറവാണ്. എനി ഡൗട്ട്? എനിത്തിങ് എൽസ്?
ഓക്കെ, സോ ക്യാൻ ഐ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ, അതായത് ഈ നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ടത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അത് കഴിഞ്ഞാൽ നേരെ കയറിക്കോളുക പ്രൈമറി ഡാറ്റയിലേക്ക്. അതിൻ്റെ 3 മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ: പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് മെത്തേഡ് ആൻഡ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ആ ഒരു സെക്ഷൻ ഈസ് ഓവർ. നമ്മുടെ ഒരു സെക്ഷൻ അങ്ങോട്ടേ കഴിഞ്ഞു. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് സർവേ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സിൻസ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് എവറിത്തിങ്. സെക്കൻഡ് ചാപ്റ്റർ എല്ലാം ക്ലിയർ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രഷ് അപ്പ് ചെയ്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാം. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ലൈക്സ്, പ്ലീസ് ലൈക്ക്. ഓക്കെ, ദെൻ ആരും എനിക്ക് ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യൂ. കമോൺ. ദെൻ നെക്സ്റ്റ് വൺ സർവേ ആണ്. അപ്പം നമ്മൾ പലപ്പോഴും കേട്ട ഒരു വേർഡാണ് എന്ത്? സർവേ, സർവേ, സർവേ അല്ലേ? വാട്ട് ഇസ് ദിസ് സർവേ? സർവേ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം ഇൻഡിവിജ്വൽസ്. കണ്ടോ, നമ്മൾ വ്യക്തികളുടെ അടുത്ത് നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു രീതിയിലെ മെത്തേഡില്ലേ, ആ മെത്തേഡാണ് സർവേ എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ഇറങ്ങി ചെല്ലണം. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പല രീതികൾ ഉപയോഗിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലണം, വേണ്ടേ? ആ ഇറങ്ങി ചെല്ലുന്ന ആ രീതി, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ മെത്തേഡ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർവേ. ഈ ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് അയച്ച് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് സർവേ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ. ഓക്കെ, നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഗ്യാദർ ചെയ്യാനുള്ള ഒരു രീതിയാണ് എന്ത്? സർവേ. ഇനി ഈ സർവേയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട്. വെറുതെ കയ്യും വീശി ഇങ്ങനെ കയ്യും കെട്ടി നമ്മൾ സർവേ നടത്താൻ പോയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഈ സർവേയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സർവേക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട്. നമ്മളൊരു സാധനമൊക്കെ ആയിട്ട് വേണം പോവാൻ. എന്താണ് ആ സാധനം? ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ എന്ത്? ക്വസ്റ്റ്യനെയർ. വേണ്ടേ? നമ്മളിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് യു ആർ ഗോയിങ് ടു കളക്ട് ഡാറ്റ അബൌട്ട് ദ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റിയെ കുറിച്ചാണ് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ കൈയും വീശി പോയാൽ പോരാ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമോ ദാറ്റ് ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ബി റിട്ടൺ. അതൊക്കെ എഴുതിയുണ്ടാക്കണം. ആ എഴുതിയുണ്ടാക്കിയ ആ സംഭവത്തെയാണ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വസ്റ്റ്യനെയർ അല്ലേ? സിയാദ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനെയർ. മനസ്സിലായോ? ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ, കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ. കണ്ടോ, എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ പ്രിപ്പയർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഫോർ ദ സർവേ. നമ്മൾ സർവേ നടത്താൻ പോകുന്ന സമയത്ത് നമ്മൾ എഴുതി ഉണ്ടാക്കി കൂടിയ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വസ്റ്റ്യനെയർ. ഇപ്പൊ ക്വസ്റ്റ്യനെയറിന് ബെസ്റ്റ് എക്സാമ്പിൾ മാം പറഞ്ഞുതരാം. നിങ്ങൾ സിംഗിൾ വിൻഡോ വഴിയോ ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പം എവിടെയാ? ജനസേവാ കേന്ദ്രം. ഓക്കെ, അവിടെ പോയി നിങ്ങൾ ചെന്ന സമയത്ത് അവർ ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. പേരും അതൊക്കെ അവർക്ക് എൻട്രി ചെയ്യണം. പേര് ചോദിക്കണം, നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, പഠിച്ച സ്കൂള്, നിങ്ങൾക്ക് വേണ്ട ഇതെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അതൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ അറിയണമോ അതെല്ലാം ക്വസ്റ്റ്യൻ രൂപത്തിലാക്കുന്നതാണ് എന്ത്? ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. യെസ്, കമ്മിങ്. യെസ് ഷിഫ, യെസ് ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. നമ്മൾ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി ഉണ്ടാക്കി പോയാൽ ഇറ്റ് വിൽ നോട്ട് ബിക്കം എ ക്വസ്റ്റ്യനെയർ. ഓക്കെ, നമ്മൾ ചിലപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ കെയർ എടുക്കണം. എന്തൊക്കെയാണ് അത് എന്നാണ് അടുത്തത്. നോക്കിയേ, ക്വസ്റ്റ്യനെയർ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് വെൻ വി പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ, നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വെറുതെ അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടോ അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എവറിത്തിങ് മസ്റ്റ് ബി റിലേറ്റഡ് ടു വാട്ട് ഡ്രിങ്കിങ് വാട്ടർ, അതിനെക്കുറിച്ചായിരിക്കണം അല്ലേ? അതാണ് പറഞ്ഞത്. നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമത്തത്, ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ടൂ ലോങ്. ഒരിക്കലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ വലുതാവരുത്. വളരെ സിമ്പിൾ, ഷോർട്ട്, ബ്രീഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ ചോദിക്കാവൂ കേട്ടോ. അല്ലാതെ 2-3 പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യനായിട്ടൊന്നും പോയേക്കരുത്. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേരെന്താണ് അല്ലേ? പണ്ട് കാലത്തൊക്കെ വാട്ട് ഇസ് യുവർ നെയിം, ഇപ്പൊ നിങ്ങൾക്ക് നെയിം എന്ന് കണ്ടാൽ യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലാവും അത് ചോദിച്ചിരിക്കുന്നത് പേരാണത്. വാട്ട് ഈസ് എന്നൊന്നും വേണ്ട, നെയിം എന്ന് കണ്ടാൽ അപ്പം ചാടിക്കേറി പേരെഴുതില്ലേ നമ്മൾ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന്
പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് നോട്ട് ബി ടൂ ലോങ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? വലുതാവരുത്. ഓക്കെ. രണ്ടാമത്തെ എന്താ? ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് പൊതുവായ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ടു ലോങ്. ഇറ്റ് ഷുഡ് ബി വരുന്നുണ്ട് ഷിഫ, 1 by 1 ഇറ്റ് ഈസ് കമ്മിങ്. ഓക്കെ. അതായത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ജനറലിന് എവിടേക്ക് പോകണം? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെയർ എഴുതിണ്ടാക്കി, നിങ്ങൾ ആദ്യം നെയിം എഴുതി, ഏജ് എഴുതി, ലൊക്കാലിറ്റി ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കും, 2, 1, 3, 3-ൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ അവിടെ കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ടിക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ചോദിക്കുകയാണ് ആർ യു മാരീഡ് എന്ന്, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ എന്ന്, യെസ് ഓർ നോ. അപ്പൊ അത് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ആദ്യം ചോദിക്കണം എന്ത്? ഇറ്റ് ഷുഡ് ബി ആർ യു മാരീഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷുഡ് ബി വാട്ട് ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്. അതാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ? മൂവ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദിസ്. ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു വാട്ട്? സ്പെസിഫിക്. അടുത്തതാണ് ക്വസ്റ്റ്യൻ ഷുഡ് ബി വെരി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, വളരെ ആപ്റ്റ് ആയിട്ടുള്ള. രണ്ടാമതും മൂന്നാമതൊന്നും ചോദിച്ചിട്ട് ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ എന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ. എന്താണ് നിങ്ങളുടെ പേര്? ഒരു സംശയമില്ല, പേര് എഴുതി വെച്ചാൽ മതി അല്ലേ. നിങ്ങൾക്ക് എത്ര വയസ്സായി? വയസ്സ് എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ അങ്ങോട്ട് എഴുതിയാൽ മതി. അങ്ങനത്തെ വളരെ ക്ലിയർ, കട്ട് ആൻഡ് ക്ലിയർ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇനി ക്വസ്റ്റ്യൻ ഷുഡ് ബി എനേബിൾ ടു ആൻസർ ക്വിക്ക്ലി. അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം തരാം എന്നൊന്നും പറഞ്ഞേക്കരുത്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പം തന്നെ എന്ത് കിട്ടണം? ആൻസർ കിട്ടണം. ആ ടൈപ്പ് ക്വസ്റ്റ്യനെ ചോദിക്കാവൂ. ദാറ്റ്സ് തിങ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ്. അതായത് ഒരിക്കലും നമ്മുടെ ചോദ്യങ്ങളിൽ ഡബിൾ നെഗറ്റീവ്സ് വരരുത്. അതായത് ഡോണ്ട് യു സ്മോക്ക്, ഡോണ്ട് യു ബിലീവ്, അങ്ങനെ ഡോണ്ട് യു, ഷുഡിൻ, അങ്ങനെയുള്ള നെഗറ്റീവ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ഡോണ്ട് യു തിങ്ക് സ്മോക്കിംഗ് ഷുഡ് ബി പ്രൊഹിബിറ്റഡ് എന്ന് ചോദിക്കുന്ന പകരം ഡു യു തിങ്ക് എന്ന് ചോദിച്ചാൽ മതി. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, നമ്മളോട് ആരെങ്കിലും നെഗറ്റീവ് ചോദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാറില്ല? ഇഷ്ടപ്പെടാറില്ല അല്ലേ? അതേപോലെ നമ്മളും മറ്റുള്ളവരോട് എന്ത് ചെയ്യരുത്? വി ഷുഡ് നോട്ട് ആസ്ക് ദാറ്റ് ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയുന്നതും യു ഷുഡ് അവോയ്ഡ്. ഓക്കെ. അടുത്തതാണ് ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഓൾട്ടർനേറ്റീവ് ടു ദ ആൻസർ. അതായത് കുറേ അതൊന്നും പാടില്ല, ഓൾട്ടർനേറ്റീവ്സ് ഒന്നും പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് യുവർ ഡിഗ്രി കോഴ്സ് വുഡ് യു ലൈക്ക് ടു ഡു എ ജോബ് ഓർ ടു ബി എ ഹൗസ് വൈഫ് എന്നൊരു ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഹൗസ് വൈഫ് ആയിട്ടിരിക്കാനാണോ ഇഷ്ടം, അതോ ഒരു എന്താ പറയുക ജോലിക്ക് പോകാനാണോ ഇഷ്ടം എന്ന് അങ്ങനെ ചോദിക്കണ്ട. വാട്ട് വിൽ യു ലൈക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ ഡിഗ്രി കോഴ്സ് എന്ന് ചോദിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇതൊരു ഓപ്ഷൻ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, ഇറ്റ് ഷുഡ് നോട്ട് ഓൾട്ടർനേറ്റീവ് ടു ദ ആൻസർ. അങ്ങനെയൊന്നും കൊടുക്കണ്ട. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? വളരെ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ലിസ്റ്റ് ഔട്ട് വേരിയസ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യനെയർ എന്നാണ് കേട്ടോ. അങ്ങനെ ചോദിക്കാം, ലിസ്റ്റ് ഔട്ട് വേരിയസ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി വേറൊന്നാണ്, വാട്ട് ആർ ദ തിങ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യനെയർ. അതായത് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. സോ യു ജസ്റ്റ് റൈറ്റ് പോയിന്റ് ബൈ പോയിന്റ്. ഓക്കെ. ഇത്രയും പോയിന്റുകൾ മിസ് ഇത് വരൂലേ മിസ്? വരും ഷിഫ, ഓഫ് കോഴ്സ്, ദാറ്റ്സ് വൈ ഇത് ക്വസ്റ്റ്യൻ ഷുഡ് കറക്റ്റ്ലി ആൻഡ് ക്ലിയർലി. ഇതെന്താണെന്നറിയാം? ഇത് വരും, അതുകൊണ്ടാണ് മിസ് ഇത് വിത്ത് എക്സാമ്പിൾ അടക്കം പറഞ്ഞു തരുന്നത്. ഇതെന്തായാലും ഉണ്ടാവും. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. സെക്കൻഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിനകത്ത് എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ 1 വേർഡ്, 2 മാർക്ക്, 3 മാർക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അയ്യോ ഫാത്തിമ സിസി, അയ്യോ വേർ ആർ യു? അയ്യോ നൗ ദ ടൈം ഈസ് 8. എന്ത് പറ്റി? ഗുഡ് ഈവനിങ്, ലേറ്റ് ആയി, ഓ സോറി. ഓക്കെ. ദെൻ qualities. ഇതാണ് qualities of a good questionnaire. Okay. Now comes the next one. പൈലറ്റ് സർവേ. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൈലറ്റ് സർവേ എന്താണ് പൈലറ്റ് സർവേ? പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നിരക്ക് എഴുതി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യാണ്? ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ. അത് ശരിയാണോ, ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് പ്രീ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ക്വസ്റ്റ്യനെയർ. ദ സർവേ കണ്ടക്റ്റഡ് ബിഫോർ ആക്ച്വൽ സർവേ. അതായത് നമ്മൾ ശരിക്കും സർവേ നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർവേ കണ്ടക്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? പൈലറ്റ് സർവേ. ഈ പൈലറ്റ് സർവേന്റെ വേറൊന്ന് ട്രൈ ഔട്ട് മെത്തേഡ് ആണ്. നമ്മളിപ്പോൾ ഒന്ന് പരിശീലിക്കുകയാണ്, അതേപോലെ പ്രീ ടെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ നടക്കുന്ന സമയത്ത് തലേദിവസം നിങ്ങൾ ഡ്രസ് റിഹേഴ്സൽ ചെയ്തിട്ട് ഇങ്ങനെ കയറും അല്ലേ? 1 by 1 പ്രോഗ്രാം ഇങ്ങനെ കയറില്ലേ? നാളെ എന്താണോ? ഐ ക്യാൻ ആസ്ക് യു സംതിങ് ഗൈസ്.
Oh, you are going to ask something to them. I thought you are asking questions to me. Okay. Then, നമ്മൾ ഇപ്പോൾ റിഹേഴ്സലിന് തലേദിവസം കയറും. എന്തിനാണ് കയറുന്നത്? നാളെ അതേപോലെ പരിപാടി നടക്കണം അല്ലേ? അപ്പോൾ അതാണ് നമ്മളെ പ്രീ ടെസ്റ്റിംഗ്, നമ്മളെ ഡ്രസ് റിഹേഴ്സൽ അല്ലേ? നമ്മൾ ശരിക്കും പോകുന്നതിന് മുന്നേ നമ്മൾ തലേദിവസം എന്ത് ചെയ്യാണ്? റിഹേഴ്സൽ നടത്തുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പൈലറ്റ് സർവേ അല്ലേ? അതാണ് പൈലറ്റ് സർവേ. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാരൊക്കെ ഉണ്ട്, നാളെ കല്യാണമാണെങ്കിൽ തലേദിവസം താലി കെട്ടുന്നത് പഠിക്കും ഒന്ന് ജസ്റ്റ്, കാരണം ഇത് അങ്ങനെ ആ സമയത്ത് തെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് തലേദിവസം എന്ത് ചെയ്യും? ഒന്ന് കെട്ടിപ്പടിക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ സാരിയൊക്കെ ഇട്ട് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും, ഓണോ ഒക്കെ ആവുന്ന സമയത്ത് സ്കൂളിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും? തലേദിവസം ഒന്ന് ഉടുത്തൊക്കെ നോക്കും, ഇത് ഉടുത്താൽ ശരിയാവുമോ എന്നൊക്കെ നോക്കും. അതാണ് ഡ്രസ് റിഹേഴ്സൽ. അത് തന്നെയാണിത്. നമ്മളൊരു സർവേ നടത്താൻ പോകുന്ന സമയത്ത് തലേദിവസം നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ഈ ക്വസ്റ്റ്യനെയർ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു നോക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ നാളെ സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ അസംബ്ലിയിൽ ഒരു തോട്ട് പ്രസന്റ് ചെയ്യാനുണ്ട്, ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സ്പീച്ചൊക്കെ എഴുതിയിട്ട് തലേദിവസം നിങ്ങൾ മിററിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കില്ലേ? അതാണ് മിസ് ഇത് എത്തിയിട്ടില്ല. ഏത് എത്തിയിട്ടില്ല? ഇത് എത്തിയിട്ടില്ലേ? ഇതൊന്നും എത്തിയിട്ടില്ലേ സ്കൂളിൽ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആക്ച്വൽ സർവേ നടത്തുന്നതിന് മുന്നേ നടത്തുന്ന സംഭവമാണ് നമ്മുടെ എന്ത് പൈലറ്റ് സർവേ. ഇനി എന്തിനാണ് ഈ പൈലറ്റ് സർവേ നടക്കുന്നത്? ഇത് എത്തിയിട്ടില്ലേ മോളെ? ഓക്കെ, അതറിയില്ല കേട്ടോ, ഇതൊക്കെ കഴിയേണ്ടതാണ് ശരിക്കും. നോക്കിയേ, ഈ പൈലറ്റ് സർവേക്ക് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. എന്താണ് ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കാം. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് പൈലറ്റ് സർവേ എന്താണ്? പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ ഈസ് കോൾഡ് ഡാഷ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ സർവേ നെയിം ദ സർവേ നെയിം ദ സർവേ കണ്ടക്റ്റഡ് ബിഫോർ ആക്ച്വൽ സർവേ. അതും എന്ത് തന്നെയാണ്? നമ്മുടെ പൈലറ്റ് സർവേ ആണ്. ഇനി ചോദിക്കുന്നത് മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ ആണ് കേട്ടോ. പൈലറ്റ് സർവേ എന്തിനാ ഈ നടത്തുന്നതെന്ന്, നമ്മൾ എന്തിനാ നാളെയാണ് പ്രോഗ്രാം, എന്തിനാ തലേദിവസം ഡ്രസ് റിഹേഴ്സൽ നടത്തുന്നത്, എന്തിനാണ് അതിൻ്റെ ഗുണമെന്ന്? അതെന്തുകൊണ്ടാ? ഡ്രോബാക്സ് ഓഫ് ക്വസ്റ്റ്യനെയർ. കണ്ടോ, നമുക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ, നമ്മൾ എഴുതിയുണ്ടാക്കിയ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ, ദാറ്റ് വി ക്യാൻ കറക്റ്റ്. ഷാഹിദ് അഫ്രീദ്, യെസ്, പൈലറ്റ് സർവേ ഇമ്പോർട്ടൻ്റ് അല്ലേ മിസ്സേ? അതെ മോളെ, പൈലറ്റ് സർവേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വൈ ഐ എം ഗിവിംഗ് മോർ സ്ട്രെസ് ഓൺ ടു ദ പൈലറ്റ് സർവേ. ഓക്കെ, പൈലറ്റ് സർവേ ചോദിക്കും പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് മാം ഇത് വിടാതെ തന്നെ നിൽക്കുന്നത്. ഓക്കെ, പൈലറ്റ് സർവേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയുണ്ടാക്കിയ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാലോ. പിന്നെ അതേപോലെ ടു അസസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ്, നമ്മൾ എഴുതിയുണ്ടാക്കിയ ക്വസ്റ്റ്യൻ എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, യോജിച്ചതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുമല്ല കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ് ഇൻ ദ ആക്ച്വൽ സർവേ, അതായത് നമ്മൾ ഇതിന് ആക്ച്വൽ സർവേ നടത്താൻ പോകുമ്പോൾ എത്ര സമയമെടുക്കും, എത്ര കോസ്റ്റ് ആവും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ടു നോ ദ drawbacks or shortcomings, okay, and also to know the suitability of the questions, and also to know the cost and time taken in the actual survey. അപ്പോൾ ഇതാണ് മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ. പൈലറ്റ് സർവേ പഠിക്കാതെ പോവരുത്. പൈലറ്റ് സർവേ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കും. ഓക്കെ ഓക്കെ ദെൻ അത്തീൻ, ഷിഫ, എത്തിന്നായിരിക്കും ഉദ്ദേശിച്ചത് ഒന്ന്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ പൈലറ്റ് സർവേ കഴിഞ്ഞു. ഇനി പൈലറ്റ് സർവേ മാച്ച് കളയാം കേട്ടോ. പൈലറ്റ് സർവേ ഇനി നമ്മൾ പഠിക്കുന്നില്ല, അത് ഫിനിഷ്ഡ്, ആ ടോപ്പിക് ഈസ് ഓവർ. നൗ കംസ് ദ നെക്സ്റ്റ് വൺ ഈസ് സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ മെത്തേഡ്. ഇനി അടുത്തതാണ് നമ്മുടെ സർവേ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. സെൻസസ് സർവേ മെത്തേഡ് ഉണ്ട്, സാമ്പിൾ സർവേ മെത്തേഡ് ഉണ്ട്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഉരുട്ടി കളിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് സെൻസസ് മെത്തേഡ്, എന്താണ് സാമ്പിൾ സർവേ? നമ്മൾ ആദ്യം പഠിക്കുന്നത് സെൻസസ് മെത്തേഡ് പഠിക്കും, പിന്നെ നമ്മൾ സാമ്പിൾ പഠിക്കും കേട്ടോ. ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കിയേ, ഇത് സെൻസസ്. ഒരു മിനിറ്റ്, നമ്മൾ സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് എന്ത് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് വി ഇൻക്ലൂഡ് എവറി എലമെന്റ് ഓഫ് ദ ഐറ്റം, അതായത് വി ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സപ്പോസ് നമ്മുടെ ലൊക്കാലിറ്റി, നമ്മുടെ പഞ്ചായത്തിലെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റിയെ കുറിച്ചാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് മക്കളെ എന്ത് സെൻസസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിയർ വി ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചിന്തിക്കരുത് നമ്മുടെ സാധാരണ ജനസംഖ്യയാണ്. ഇറ്റ്സ് നോട്ട് ജനസംഖ്യ, ഇത് സംതിങ് ഡിഫറെൻ്റ് ആണ്. ഇത് എഴുതി തന്നിട്ടില്ലേ? അയ്യോ, ഏതാ എഴുതി തരാഞ്ഞ മോളെ? ഇതാണോ? ഇതൊക്കെ ഉണ്ട് കേട്ടോ, പരീക്ഷയ്ക്കുണ്ട്, ഈ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്.
ഓക്കെ, ഇനി സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. വി ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ. എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നു. വി ആർ നോട്ട് ലിവിങ് എനി എലമെന്റ്. നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല. നമുക്ക് പഠിക്കേണ്ട ഏരിയ, സപ്പോസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ വി ഇൻക്ലൂഡ് ഓൾ ദ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഇൻ അവർ ലൊക്കാലിറ്റി. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും നമ്മൾ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ ദാറ്റ് മെത്തേഡ് വിൽ ബിക്കം വാട്ട്? സെൻസസ് മെത്തേഡ്. ക്ലിയർ? കണ്ടോ, ഇതിലെല്ലാവരും ഉണ്ട്. നമ്മൾ വിചാരിച്ച നമ്മൾ ഏതൊക്കെ ഐറ്റം ഉൾപ്പെടുത്തണോ അവരെല്ലാവരും ഇതിനകത്തുണ്ട്. പക്ഷേ സാമ്പിൾ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതിനകത്ത് നമ്മൾ കുറച്ച് പേരെ മാത്രം ഇങ്ങോട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അത് സാമ്പിളായി. അത് നമുക്ക് പഠിക്കാം, സെൻസസ് മെത്തേഡും സാമ്പിളും. ആദ്യം നമ്മൾ വി വിൽ സ്റ്റഡി അബൌട്ട് സെൻസസ് മെത്തേഡ്. മോളെ ഇതെല്ലാം പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നൗ വാട്ട് ഇസ് ദിസ് സെൻസസ് മെത്തേഡ്? അപ്പം മാം പറഞ്ഞു സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ഇൻക്ലൂഡ് എവറി എലമെന്റ് അല്ലേ? വി ഇൻക്ലൂഡ് എവറി എലമെന്റ്. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മുടെ സെൻസസ് മെത്തേഡ്. വി ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവറി എലമെന്റ്. നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ചാറ്റ്, ഹലോ, ആർ യു പൈലറ്റ് സർവേ തന്നിട്ടില്ലേ? ബട്ട് പൈലറ്റ് സർവേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. മാം പറഞ്ഞത് തന്നെയാണ് പൈലറ്റ് സർവേ. ഇനി അടുത്തത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ദി സെൻസസ് മെത്തേഡ് ആണ്. ഇപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് പോപ്പുലേഷനാണ്. എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് അല്ലേ? രണ്ടാമത്തത് നമുക്ക് കിട്ടുന്ന ഡാറ്റ ഇറ്റ് ഈസ് ഹൈലി ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. നല്ല കൃത്യതയായിരിക്കും, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം എല്ലാവരും, ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കുന്നില്ലല്ലോ. നമ്മൾ എല്ലാവരെയും പിടിച്ചു കെട്ടി ഡാറ്റ കളക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? നല്ല ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് റിലയബിലിറ്റി വിൽ ബി ദെയർ. ആൻഡ് ഇറ്റ് ഈസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ മെത്തേഡ്. നമ്മൾ നല്ല മെത്തേഡാണിത്. അതായത് എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക്, ഞാൻ പറഞ്ഞു, ആക്യുറസി ഉണ്ടാവും, റിലയബിലിറ്റി ഉണ്ടാവും. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡും ഇത് തന്നെയാണ്. ഏത് മെത്തേഡാ? സെൻസസ് മെത്തേഡാണ്. പക്ഷേ ഈ സെൻസസ് മെത്തേഡ് നമുക്ക് എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തും അല്ലേ? അതിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തണം. എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ് അല്ലേ? അപ്പോൾ അതാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറഞ്ഞാൽ സെൻസസ് മെത്തേഡാണ്. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല ഡാറ്റ കളക്ഷനിൽ. യു നോ വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ചിലവ് വളരെ കൂടുതലാണ്. എല്ലാവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കളക്ട് ഡാറ്റ കളക്ട് ചെയ്യണ്ടേ? സോ ഇറ്റ് വിൽ ബിക്കം വെരി ഹൈലി എക്സ്പെൻസീവ് ആയിരിക്കും. രണ്ടാമത്തത് ഇറ്റ് റിക്വയേഴ്സ് മോർ ടൈം. അതായത് ഇഷ്ടം പോലെ സമയമെടുക്കും. നിങ്ങൾക്കറിയോ സെൻസസ് റിപ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് എത്ര സമയം എടുക്കും എന്നറിയോ? നല്ല സമയം എടുക്കും. വിത്തിൻ 1 month കൊണ്ടൊന്നും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ടേക്സ് മോർ ടൈം. മന്ത്സ് ആൻഡ് മന്ത്സ് ഇറ്റ് വിൽ ടേക്ക് ടു കളക്ട് ഡാറ്റ. അതേപോലെ വി നീഡ് മോർ മാൻ പവർ. ഇവിടെ മാൻ പവർ എന്ന് പറഞ്ഞാൽ കുറേ ജിമ്മിൽ പോകുന്ന ആൾക്കാരെന്നല്ല. നമുക്ക് ഒരുപാട് ആര് വേണം? എന്യൂമറേറ്റേഴ്സ് വി നീഡ്. നമുക്ക് ഒരുപാട് എന്യൂമറേറ്റേഴ്സ് വേണം. അതായത് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വേണം. കാരണം കുറേ എല്ലാവരും ഉൾപ്പെടുത്തണ്ടേ, എല്ലാവരും അടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണ്ടേ. അപ്പം വി നീഡ് മോർ എന്യൂമറേറ്റേഴ്സ്. അതാണ് ഇവിടെ മാൻ പവർ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, നൗ ഇൻആപ്ലിക്കബിലിറ്റി ആണ്. പലപ്പോഴും ഈ മെത്തേഡ്, സെൻസസ് മെത്തേഡ്, വി കനോട്ട് യൂസ്. യു നോ വൈ? ബിക്കോസ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ട ഏരിയ ഈസ് ലാർജ് ആണെങ്കിൽ ദിസ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ നമുക്കിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് കേരളത്തിലെ മൊത്തം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങ് ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയുള്ള എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും പോയി ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വെരി വെരി ഡിഫിക്കൽട്ട് അല്ലേ? അപ്പം വെൻ ഏരിയ ലാർജ് ആണെങ്കിൽ ദിസ് മെത്തേഡ് വി കനോട്ട് യൂസ്. ഓക്കെ, പക്ഷേ ഈ സെൻസസ് മെത്തേഡിന് മക്കളെ മെറിറ്റ്സ് ഉണ്ട്. അതുപോലെ ദിസ് മെത്തേഡ് വിൽ ഹാവ് ദെയർ ഓൺ ഡിമെറിറ്റ്സ്. നമ്മൾ ആദ്യം സെൻസസ് മെത്തേഡ് പഠിക്കും. നൗ കഴിഞ്ഞു, സെൻസസ് മെത്തേഡ് ഈസ് ഓവർ. നൗ ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് സാമ്പിൾ മെത്തേഡ് പഠിക്കും. ആ സാമ്പിളും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് വി വിൽ കമ്പയർ ഇറ്റ് വിത്ത്, രണ്ടും കൂടെ കമ്പയർ ചെയ്യും. അവിടെയാണ് കാര്യം. ഓക്കെ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കഴിഞ്ഞല്ലോ. സെൻസസ് മെത്തേഡിന്റെ ഗുണങ്ങൾ എന്താണ്? സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ. അതാണ് സെൻസസ് മെത്തേഡ്. ഇതിന് മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സാമ്പിൾ. ഓക്കെ, ഇത് വേണ്ട. നെക്സ്റ്റ് വൺ ഈസ് സാമ്പിൾ മെത്തേഡ് ആണ് കേട്ടോ. സാമ്പിൾ മെത്തേഡിൽ നോക്കിയേ, കണ്ടോ? സാമ്പിൾ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സെൻസസിന്റെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ അല്ലേ? പാർട്ട് ഓഫ് പോപ്പുലേഷൻ.
പോപ്പുലേഷൻ്റെ ഒരു ഭാഗമാണ് എന്ത് സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ പഠിക്കുന്നതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് എന്ത് പോപ്പുലേഷൻ. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ഒരു കേക്ക് ഉണ്ടാക്കി എന്ന് കരുതുക. ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ ആരാണ്, വൂൾഫ്, അത് പോയി അല്ലേ, അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന സമയത്ത് ഹി വെന്റ്. ഓക്കെ, അപ്പോൾ അവൻ്റെ അമ്മ നല്ല വലിയ കേക്ക് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഈ കേക്കൊക്കെ ഉണ്ടാക്കിയത് പോപ്പുലേഷനാണ്, അതായത് നമ്മുടെ സെൻസസാണ്, മൊത്തം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ടേസ്റ്റ് നോക്കണം, ആ കേക്കിൻ്റെ ടേസ്റ്റ് നോക്കണം. ഗസ്റ്റ് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കേക്കിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് എടുക്കുകയാണ് കണ്ടോ. ഈ കഷ്ണമാണ് എന്ത്, നമ്മൾ സാമ്പിൾ കണ്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ട് അടർത്തി മാറ്റുന്നതാണ് നമ്മുടെ എന്തായാലും സാമ്പിൾ. ഇപ്പം നമ്മൾ ചില ബേക്കറിയിലൊക്കെ പോയാൽ കാണാറുണ്ട്, പുതിയ വല്ല ബേക്കറി ഐറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിൽ നിന്ന് എടുത്തത് വഴിയോ ഇത് എന്താ സംഭവം, ഇതിൻ്റെ ടേസ്റ്റ് സ്വീറ്റ് ആണോ എന്താണോ നമ്മൾ ചോദിക്കുക അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് ഒരു കഷ്ണം നമുക്ക് എടുത്ത് ഒരു പീസ് എടുത്ത് തരും, എന്നിട്ട് ടേസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. ആ കഷ്ണം എടുത്ത് തരുന്നതാണ് മക്കളെ എന്ത്, സാമ്പിൾ. ഓക്കെ, അപ്പം സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ. അതിൻ്റെ ഭാഗം തന്നെ അല്ലേ, ഏതിന്റെ ഭാഗം, പോപ്പുലേഷൻ, ഇതിന്റെ ഒരു ഭാഗം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പീസ് കേക്ക് എടുത്തത് ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇത്. അപ്പൊ അതാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിളിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം കേട്ടോ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ. ഇനി നമുക്കിനി സാമ്പിൾ എടുക്കുന്നത്, ഇനി നമ്മൾ സാമ്പിളിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. സാമ്പിളിംഗ് മെത്തേഡ്, അതിന് നമ്മൾ സാമ്പിൾ വെറുതെ ഒന്നും എടുത്താൽ പോരാ. ഡാറ്റ കളക്ട് ചെയ്യാവുന്ന സമയത്ത് നമ്മൾ സാമ്പിൾ അവിടെ നിന്ന് ഒന്നുകൊണ്ട് എടുത്താൽ പോരാ. സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കണ്ടോ, സെലക്ഷൻ ഓഫ് സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. ഇത് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. റാൻഡം സാമ്പിളിംഗ് ആൻഡ് വാട്ട്, നോൺ റാൻഡം സാമ്പിളിംഗ്, രണ്ടെണ്ണം ഉണ്ട്. റാൻഡം ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. മാം പറഞ്ഞു നമ്മൾ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യരുത്, തോന്നിയ പോലെ സാമ്പിൾ ഒന്നും എടുക്കരുത്. സാമ്പിൾ എടുക്കുന്ന സമയത്ത് കെയർ മസ്റ്റ് ബി ടേക്കൺ. ഓക്കെ, അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് സാമ്പിൾ എടുക്കാം. ഒന്ന് റാൻഡം സാമ്പിളിംഗ് ആണ്, മറ്റെന്താണ് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. ഓക്കെ, ആ റാൻഡം സാമ്പിളിംഗും നോൺ റാൻഡം സാമ്പിളിങ്ങിന് മുന്നേ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഡിഫറൻസസ് ബിറ്റ്വീൻ. ഓക്കെ, നോക്കിയേ, ഡിഫറൻസസ് ബിറ്റ്വീൻ, ഓക്കെ, അതെ, സെൻസസ് മെത്തേഡ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ മെത്തേഡ്. ഇതിനെ രണ്ടിൻ്റെയും ഡിഫറൻസ്, ഒരു 3 ഡിഫറൻസ് നമ്മൾ എഴുതണം. ഓക്കെ, വാട്ട് ആർ ദ 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ മെത്തേഡ്? ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി എലമെന്റ് അല്ലേ, ഇതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ സെൻസസ് മെത്തേഡ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ അല്ലേ, പാർട്ട് ഓഫ് പോപ്പുലേഷൻ. ഒന്നാമത്തെ ഡിഫറൻസ് വി ഗോട്ട്, ദ മീനിങ് തന്നെയാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഓക്കെ, നൗ ഹോയ് മിസ്, യെസ്, അലോൺ മാസ്ക്. അയ്യോ, where were you? Now the time is 8:15. Okay, now second one. Okay, census methodന്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഹൈലി എക്സ്പെൻസീവ് ആണ് അല്ലേ, ഇത് വളരെ ചെലവ് കൂടിയതാ, എക്സ്പെൻസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ലീസ്റ്റ് എക്സ്പെൻസീവാ അല്ലേ, ചെലവ് വളരെ കുറവാ, സാമ്പിൾ അല്ലേ, കുറച്ചെണ്ണത്തിന് എടുത്ത് ചെയ്താൽ പോരെ, ലീസ്റ്റ് എക്സ്പെൻസീവാ. ഇനി മൂന്നാമത്തത്, ഇവിടെ നമുക്ക് എന്ത് വേണം, വി നീഡ് മോർ എന്യൂമറേറ്റേഴ്സ്. കാരണം എല്ലാവരും ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്യൂമറേറ്റേഴ്സിന് വേണം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വേണ്ട, വി നീഡ് ലെസ് എന്യൂമറേറ്റേഴ്സ്, നമുക്ക് കുറച്ച് പേരെ മതി. കണ്ടോ, കാരണം കുറച്ച് സാമ്പിൾ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് എന്യൂമറേറ്റേഴ്സ് മതി. ഇതാണ് മെറിറ്റ്സ് അല്ല, കമ്പാരിസൺ ബിറ്റ്വീൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ മെത്തേഡ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ മെത്തേഡ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് ദ മീനിങ് ഓഫ് ദിസ് ആണ്. പിന്നെ ഇത് എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ട് ഇത് ഹൈലി എക്സ്പെൻസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചെണ്ണല്ലേ ഉള്ളൂ, ലീസ്റ്റ് എക്സ്പെൻസീവാ. ഇവിടെ ഒരുപാട് പേരെ വേണം, ഇവിടെ കുറച്ച് പേരെ മതി. നോക്കേ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പഠിക്കാൻ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, എല്ലാവരെയും ഉൾപ്പെടുത്തി പഠിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം സെൻസസ്. നേരെ മറിച്ച് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബിക്കം സാമ്പിൾ. കണ്ടോ, കുറച്ച് പേരെ മാത്രം എടുക്കുക. ഇപ്പം നിങ്ങളോട് 200 പേരെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു, നിങ്ങൾ 50 പേരെ പഠിക്കുന്നുള്ളൂ. ഈ 200 പേരാണ് നിങ്ങളുടെ
സെൻസസിൽ വരേണ്ടത്. സെൻസസ് മെത്തേഡ് ആണെങ്കിൽ യു ഹാവ് ടു ഇൻക്ലൂഡ് ദിസ് 200%. പക്ഷേ നിങ്ങൾ മടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, യു ടുക്ക് സാമ്പിൾ 200ന് 50 എടുത്തു. അങ്ങനെ കഴിയുമ്പോൾ ആ 50 എന്തായിട്ട് മാറും, സാമ്പിൾ ആയിട്ട് മാറും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും നമുക്ക് സെൻസസ് മെത്തേഡ് വി കനോട്ട് യൂസ്, കാരണം ഏരിയ വലുതാകുമ്പോൾ ബുദ്ധിമുട്ടാണ് സെൻസസ് മെത്തേഡ്. ഹിയർ ദാറ്റ് ടൈം വി ക്യാൻ യൂസ് വാട്ട് മെത്തേഡ്, സാമ്പിൾ മെത്തേഡ്. Okay, is it okay for you that census method and sampling method? Children, hello. Type. Nobody is typing. Then how can I understand? Okay. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം. Alone mask. Hoi. Okay, now the next one, sampling. അതാണ് ഇനി അടുത്തത് കേട്ടോ. സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്, 2 ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ട്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്? ദാറ്റ് ഇസ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് വാട്ട്, നോൺ റാൻഡം സാമ്പിളിംഗ്. രണ്ടെണ്ണം ഉണ്ട്. റാൻഡം, യെസ്. ഫർഹാന സഫീന ടൈപ്ഡ് യെസ് എന്ന്. ബാക്കി ആരും ടൈപ്പ് ചെയ്തില്ല, വെദർ യു ആർ ഹിയർ ഓർ നോട്ട്. ഹലോ. ഓക്കെ, ഇനി അടുത്താണ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ദാറ്റ് ഇസ് 2 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്, റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. Okay, now first we see what is this random sampling. നോക്കിയേ, റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ here every item, every individual of the population has an equal chance of being selected as the sample. അതായത് സാമ്പിളായി സെലക്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരേപോലെ എന്ത് കിട്ടുന്നുണ്ട്, ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം റാൻഡം സാമ്പിളിംഗ്. ഒരു എക്സാമ്പിൾ മാം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ +1 ഒക്കെ ജോയിൻ ചെയ്ത് പുതിയ കുട്ടികളും പുതിയ സ്കൂളായിരിക്കാം, ചിലപ്പോൾ പുതിയ അധ്യാപകരൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ വന്നിട്ട് പറയാണ്, നൗ വി നീഡ് ടു സെലക്ട് 1 ലീഡർ ഫ്രം യുവർ ക്ലാസ്. അപ്പം നമ്മൾ ലീഡറെ തിരഞ്ഞെടുക്കാൻ പോവുക. അപ്പോൾ എന്ത് ചെയ്യാണ്, ടീച്ചർ 60 പേര് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ 60 പേരുടെയും പേര് ഓരോ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് അതിനകത്ത് ഷഫിൾ ചെയ്യും. എന്നിട്ട് ഒരെണ്ണം എടുക്കും. ആദ്യം കിട്ടുന്ന കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ആ പേപ്പർ എടുക്കുന്ന, ആ ലോട്ട് എടുക്കുന്ന അതിൽ എഴുതിയ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും, എന്തായിട്ട് സെലക്ട് ചെയ്യും, ലീഡറായിട്ട് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് ഈസ് റാൻഡം സാമ്പിളിംഗ് ആണ്. കണ്ടോ, എവറി ഇൻഡിവിജ്വൽ എല്ലാവർക്കും നിങ്ങളുടെ ക്ലാസ്സിലെ 60 പേർക്കും ചാൻസ് കിട്ടിയിട്ടുണ്ട്, ലീഡറായി സെലക്ട് ചെയ്യാനുള്ള എന്ത് കിട്ടിയിട്ടുണ്ട്, ചാൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. പക്ഷെ ഒരാളല്ലേ ലീഡറാക്കാൻ പറ്റൂ. അപ്പോൾ അയാൾ ലോട്ടിട്ട് എടുത്തപ്പോൾ അയാളെ പേര് കിട്ടിയപ്പോൾ ദാറ്റ് പേഴ്സൺ ഹാസ് ബിക്കം ദ ലീഡർ. അപ്പോൾ എല്ലാവർക്കും ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളിപ്പം ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഡാറ്റ ആരിൽ നിന്നൊക്കെ കളക്ട് ചെയ്യണം, എല്ലാവർക്കും ഒരേപോലെ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഇനി അതാണ് ലോട്ടറി മെത്തേഡ്. മാം ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ലോട്ടറി എടുത്ത ആൾക്കാരുടെയൊക്കെ നമ്പർ എല്ലാം എന്ത് ചെയ്യും, എഴുതി കൂട്ടി ബോക്സ് ഇടും. 1 ഇടും, ഫസ്റ്റ് പ്രൈസ്, രണ്ടാമത്തെ 3, അങ്ങനെയല്ലേ. അപ്പോൾ അതാണ് ലോട്ടറി മെത്തേഡ് ഉണ്ട്. അതേപോലെ റാൻഡം ടേബിൾ നമ്പർ ഉണ്ട്. അങ്ങനെ ഇതാണ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റാൻഡം സാമ്പിളിംഗിൽ എന്താ കിട്ടുന്നത്, എവറി എലമെന്റ് ഈസ് ഗെറ്റിംഗ് ഈക്വൽ ചാൻസ്. എല്ലാവർക്കും എന്ത് കിട്ടും, ഈക്വൽ ചാൻസ് കിട്ടും. പക്ഷേ നോൺ റാൻഡം സാമ്പിളിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നോൺ റാൻഡം സാമ്പിളിംഗിൽ ഹാസ് നോ ഈക്വൽ ചാൻസസ് ഓഫ് ബീങ് സെലക്ടഡ് ആസ് സാമ്പിൾ. കണ്ടോ, സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ വലിയ ചാൻസ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പം ടീച്ചർ, നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ വന്നു, എന്നിട്ട് പറയാണ് ഞാൻ ലീഡർ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒരു കുട്ടി നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും, നീ തന്നെ ലീഡർ, കഴിഞ്ഞു. ടീച്ചർ തീരുമാനിച്ചുറച്ചു വന്നതാണ് എന്ത്, ആ കുട്ടിയെ ലീഡറാക്കാൻ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും എന്ത് കിട്ടിയില്ല, they did not get what, equal chance. കിട്ടിയോ, ബാക്കിയുള്ള 59 പേർക്കും ചാൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോൺ ആസ് നോൺ റാൻഡം സാമ്പിളിംഗ്. അങ്ങനെ വിളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ റാൻഡം. ഈസ് ഇറ്റ് ഓക്കെ, ക്ലിയർ ചിൽഡ്രൻ? നോ ചാൻസ്, യെസ്, നോ ചാൻസ്. അതായത് മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നില്ല, എലോൺ മാസ്ക്. എലോൺ മാസ്ക് അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നില്ല, എലോൺ മാസ്ക് ഒക്കെ വളരെ ലൈവായിട്ട് ഇരുന്നാണ് എൻ്റെ ക്ലാസ്സിൽ, ഇപ്പം മിണ്ടുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻ? ഓക്കെ, അപ്പോൾ ഇത് നോൺ റാൻഡം സാമ്പിളിങ്ങിൽ നോ ഈക്വൽ ചാൻസ് ആണ്. ഇതിൻ്റെ കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻ പറഞ്ഞാൽ നമ്മുടെ സൗകര്യപ്രദമായിട്ട് നമ്മൾ എടുക്കും. ജഡ്ജ്മെൻറ്റ്, പർപ്പസി, കോട്ട സാമ്പിളിംഗ്. അതായത് ഒരു 10 എണ്ണത്തിന് എടുത്തിട്ട് അതിനകത്ത് 2 എണ്ണത്തിന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഈ പേരുകളൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. കാരണം ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കാറില്ല. റാൻഡം സാമ്പിളിങ്ങിന് ലോട്ടറി മെത്തേഡും റാൻഡം സാമ്പിളിംഗ് നമ്പറും. പിന്നെ നോൺ റാൻഡം സാമ്പിളിങ്ങിന് കൺവീനിയൻറ്റ്, സൗകര്യപ്രദമായിട്ട് നമ്മൾ 10 ആൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ഇങ്ങോട്ട് പോരട്ടെ, 10ാമത്തെ ആൾ ഇങ്ങോട്ട് പോരട്ടെ, നമ്മുടെ സൗകര്യപ്രദത്തിന് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ എടുക്കുക. ഓക്കെ, പിന്നെ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് തന്നെ അതാ മുൻവിധി, മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചുറക്കുക. അല്ലെ പെർപ്പസീവ്, കോട്ട, അതൊക്കെ അതാണ്. 10 ആളുണ്ടെങ്കിൽ അതിൽ 2 പേരെ ഇങ്ങോട്ട് എടുക്കുക, ആദ്യത്തെ 1, 2 പോരട്ടെ. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ എന്ത്, ഈ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഇവിടെ കഴിയാണ് കേട്ടോ, നോൺ റാൻഡം സാമ്പിളിങ്ങും.
ഇനി അടുത്താണ് സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും എന്നറിയോ? വി വിൽ ഹാവ് മിസ്റ്റേക്സ്. ഓക്കെ, സാമ്പിൾ എടുക്കുന്ന സമയത്ത് മക്കളെ നമുക്ക് ചിലപ്പം എന്ത് വരും? മിസ്റ്റേക്സ് വരും. ഓക്കെ, എന്താണ് ആ മിസ്റ്റേക്സ് എന്നാണ്. അതാണ് സാമ്പിളിംഗ് എറർ വരാം. എല്ലാ കോളേജിലും ഇക്കണോമിക്സ് ഉണ്ടല്ലോ. ഇക്കണോമിക്സിന്റെ പ്രാധാന്യം എന്താണ് ഞാൻ പറഞ്ഞു തരണോ? ഇക്കണോമിക്സ് ഇസ് എ സച്ച് എ നൈസ് സബ്ജക്ട് യു നോ. എല്ലാ കോഴ്സിനും ഇക്കണോമിക്സ് ഉണ്ടല്ലോ. ഇക്കണോമിക്സിന്റെ പ്രാധാന്യം എന്താണെന്നല്ലേ? ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കറന്റ് സിനാരിയോ ആണ്. അതായത് ഇത് പറയാതിരിക്കാൻ പറ്റില്ല ആസ് എൻ ഇക്കണോമിക് ടീച്ചർ അതായത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ് ഇക്കണോമിക്സ്. ഓക്കെ, ഇത് ഒരു എന്താ പറയുക, നമ്മുടെ ഇക്കോണമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. വി ആർ ഓൾ ലിവിങ് ഇൻ ഇക്കോണമി അല്ലേ? നമ്മളൊരു സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. അപ്പം നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയണം, എങ്ങനെയാണെന്നുള്ളത് അറിയണം, എങ്ങനെ പെരുമാറുന്നു ഒരു വ്യക്തി, എങ്ങനെ പെരുമാറുന്നു, സാധനത്തിൻ്റെ വില, ഇത് ഒക്കെ നമ്മൾ അറിയണം. അതാണ് ഇത് ഒരു സച്ച് എ നൈസ് സബ്ജക്റ്റ് ആണ്. ഇത് അപ്ഡേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഇക്കണോമിക്സ്. ക്ലിയർ? അതാണ് കേട്ടോ ഇക്കണോമിക്സിന്റെ പ്രാധാന്യം. എല്ലാ കോഴ്സിലും ഉണ്ട്. ഡോണ്ട് വറി. ആഫ്റ്റർ ദിസ് ഇഫ് യു ഗോ ആൻഡ് ടേക്ക് ദിസ് MBA, BBA എന്തെടുത്താലും, BCom എന്തെടുത്താലും ഇത് പഠിച്ചേ പറ്റൂ ഇക്കണോമിക്സ്. ഓക്കെ, നൗ നമ്മളെവിടെ എത്തിയത് സാമ്പിൾ ആണല്ലേ? എല്ലാം പോയല്ലോ. അതായത് സാമ്പിൾ എടുത്തു. അതായത് 2 ടൈപ്പ് സാമ്പിളിംഗ് എറർ ഉണ്ട്. 2 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. ഏതൊക്കെയാണ്? റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. ഇനി മാം പറയാൻ പോകുന്നത് എന്താണ്? സാമ്പിളിംഗ് എറർ ആണ്. മനസ്സിലായി. അതിനിടയിൽ എക്കണോമിക്സ് ചോദിച്ചപ്പോൾ മാം ഒന്ന് എത്തിയതേ ഉള്ളൂ. സാമ്പിളിംഗ് എറർ ആണ് കേട്ടോ. സാമ്പിളിംഗ് എറർ. നമുക്ക് സാമ്പിൾ എടുക്കുന്ന സമയത്ത് എന്ത് വരും എന്നറിയാം? മിസ്റ്റേക്സ് വരും. ചിലപ്പോൾ തോന്നിയ പോലെയൊക്കെ അങ്ങോട്ട് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മിസ്റ്റേക്സ് വരും. അതാണ് നമ്മുടെ സാമ്പിളിംഗ് എറർ. പക്ഷേ ഇതിനെ ഡിഫൈൻ ചെയ്യണം മക്കളെ. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ, ഡിഫറൻസ് മൈനസ് ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ. മാം ഇതൊരു എക്സാമ്പിളിൽ കൂടെ പ്രൂവ് ചെയ്തു തരാം. ഓക്കെ, ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ. അപ്പോൾ എന്താണ് ആക്ച്വൽ വാല്യൂ, എന്താണ് എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് മാം ഇപ്പം കാണിച്ചു തരാം. യു ഷുഡ് നോട്ട് ഗോ എനിവെയർ, ഐ എം റൈറ്റിംഗ് ഹിയർ. ഇപ്പം നമ്മുടെ ഇവിടെ 10 രൂപ, 20, 30, 40, 50 ഇത് ഒരു 5 വ്യക്തികളുടെ വരുമാനം. ആദ്യത്തെ വ്യക്തിക്ക് 10 രൂപ, രണ്ടാമത്തെ 20 രൂപ, 30 രൂപ, 40 രൂപ, 50 രൂപ. ഇതൊരു 5 ആൾക്കാരുടെ വരുമാനമാണ്. നമുക്ക് ഇതിന്റെ ആവറേജ് കാണണമെന്ന് വിചാരിക്കുക. ഇതിന്റെ ആവറേജ് എങ്ങനെയാണ് മക്കളെ കാണുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 5. അപ്പോൾ ഇതിന്റെ ആവറേജ് നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. കണ്ടോ? ഇതാണ് ശരിക്കും നമ്മുടെ ആക്ച്വൽ വാല്യൂ. നമ്മുടെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 30 ആണ് അല്ലേ? ആക്ച്വൽ വാല്യൂ ഈസ് 30. പക്ഷേ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണേ. നമ്മൾ ഇതിനകത്ത് 5 പേരെ ഉണ്ടല്ലോ, ഇതിനകത്ത് 5 പേരെ എടുക്കാൻ മടിച്ചിട്ട് നമ്മൾ ആദ്യത്തെ 3 പേരെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ എന്താണ് ആവറേജ് വരിക? 60 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു എന്താണ്? 20. അപ്പോൾ നമ്മുടെ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ എത്രയേ ഉള്ളൂ? 20. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാ? 10. കണ്ടോ? ഇതാണ് നമ്മുടെ സാമ്പിളിംഗ് എറർ. കണ്ടോ? എറർ, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് ഇതാണ്. അതാണ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ. ഈ 10ന്റെ മിസ്റ്റേക്സ് ഇവിടെ വന്നില്ലേ? അതാണ് നമ്മുടെ സാമ്പിളിംഗ് എറർ. പക്ഷേ വി ക്യാൻ മിനിമൈസ് ദ സാമ്പിളിംഗ് എറർ. നമുക്ക് പക്ഷേ ഇത് മിനിമൈസ് ചെയ്യാം, കുറച്ചുകൊണ്ട് വരാം. എങ്ങനെ കുറയ്ക്കാം? അതായത് ബൈ ടേക്കിംഗ് മോർ സാമ്പിൾ. നമ്മൾ ഒരു സാമ്പിളും കൂടെ കൂട്ടിയെടുത്താൽ മതി. നോക്കിയേ, ഇപ്പം ഞാൻ ആദ്യം 3 എണ്ണം എടുത്ത് ഞാനിപ്പോൾ 4 എണ്ണം എടുക്കുക. 4 എണ്ണം എടുക്കുമ്പോൾ ഇപ്പം എത്രയും 100 ഹരിക്കണം എന്താവും? 4 ഇസ് ഈക്വൽ ടു 25 ആയി. അപ്പം ഞാൻ ആക്ച്വൽ വാല്യൂ 30 തന്നെയാണ്, മൈനസ് ഇവിടെ എത്രയായി? 25 ആയി. ഒരു സാമ്പിളും കൂടെ ഞാൻ എടുത്തു. പണ്ട് 3 എണ്ണം എടുത്തത്, ഇപ്പം ഞാൻ 4ാമത്തെയും കൂടി എടുത്തു. അങ്ങനെ വരുന്ന സമയത്ത് ഡിഫറൻസ് എത്രയായി? 5. മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നത് കണ്ടോ? എൻ്റെ ഈ സാമ്പിളിംഗ് എറർ ഞാൻ എന്ത് ചെയ്തു? കുറച്ചു കൊണ്ട് വന്നു. അപ്പോൾ സാമ്പിളിംഗ് എറർ ഈസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം. വൈ ഇറ്റ് ഇസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് സാമ്പിളിംഗ് എറർ എന്താണെന്നും why it is not complicated, why it is not dangerous, or how can we minimize the sampling error എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് എങ്ങനെ സാമ്പിളിംഗ് എറർ എന്ത് ചെയ്യാം? കുറച്ചു കൊണ്ടുവരാം എന്ന്. സാമ്പിളിംഗ് എറർ നമുക്ക് കുറച്ചു കൊണ്ടുവരാം. എങ്ങനെ? ബൈ ടേക്കിംഗ് മോർ സാമ്പിൾ. ഓക്കെ, ബൈ ടേക്കിംഗ് മോർ സാമ്പിൾ. സോ ഇറ്റ് ഇസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം. അപ്പോൾ ഇതെന്തല്ല? ഇതൊരു സീരിയസ് പ്രോബ്ലം അല്ല. ഏത്? ഈ സാമ്പിളിംഗ് എറർ ഈസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം. ഓക്കെ, കാരണം എന്താ? വി ക്യാൻ മിനിമൈസ് ദിസ്. നമുക്കിത് കുറച്ചുകൊണ്ട് വരാം. എങ്ങനെ? ബൈ ടേക്കിംഗ് മോർ ആൻഡ് മോർ സാമ്പിൾ. ഇനി അടുത്തതാണ് നോൺ സാമ്പിളിംഗ് എറർ. കണ്ടോ? നോൺ സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിംഗ് എറർ ഇറ്റ്സ് നോട്ട് എ സീരിയസ് പ്രോബ്ലം. യു നോ വൈ? ബിക്കോസ് വി ക്യാൻ മിനിമൈസ് ദിസ് ബൈ ടേക്കിംഗ് മോർ സാമ്പിൾ. പക്ഷേ
non-sampling error cannot be minimized. കണ്ടോ, cannot be minimized. ഇത് നമുക്ക് minimize ചെയ്യാൻ കഴിയില്ല. So this is a serious problem. അതുകൊണ്ട് ഇതെന്ത് പ്രോബ്ലം ആണ്? ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഏത്? ഈ നോൺ സാമ്പിളിംഗ് എറർ. കാരണം സാമ്പിളിംഗ് എറർ രണ്ട് തരത്തിലുള്ള എറർ ഉണ്ട്. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എറർ എന്ന് കാണിക്കില്ലേ? അതായത് മിസ്റ്റേക്സ് ആണ്, സാമ്പിളിംഗ് മിസ്റ്റേക്സ് ആണ്. അതായത് സാമ്പിൾ എടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് വിളിക്കുന്നത്. അതിൽ സാമ്പിളിംഗ് എറർ ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഈ നോൺ സാമ്പിളിംഗ് എറർ ഒരു പ്രോബ്ലം ആണ്. കാരണം വി കനോട്ട് മിനിമൈസ് ദിസ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ മുംതാസ് അബ്ദുള്ള, വേർ ആർ യു ഫ്രം? Asking to whom? Devika or Sana? To whom you are asking this question? Not to me, right? Okay. Now serious problem ആണ്. അതായത് കാരണം ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഇനി എങ്ങനെയാണ് ഈ നോൺ സാമ്പിളിംഗ് എറർ വരുന്നതെന്നറിയോ? അത് നമ്മളത് അറിയണം. എങ്ങനെയാണ്? യു മീൻ ഓക്കെ, എങ്ങനെയാണ് നോൺ സാമ്പിളിംഗ് എറർ വരുന്നത്? അതിന് 3 കാരണങ്ങളുണ്ട് നോൺ സാമ്പിളിംഗ് എറർ വരാൻ. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ ആണ്. അതായത് എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. നമ്മൾ ഡാറ്റ എടുക്കാൻ പോകുന്ന സമയത്ത്, നമ്മളിപ്പോൾ നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ പോവില്ലേ, ആ സമയത്ത് വരുന്ന മിസ്റ്റേക്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ടീച്ചർ പറയാണ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ടേബിൾ ഇല്ലേ, ആ ടീച്ചേഴ്സ് ടേബിളിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറഞ്ഞു എന്നിരിക്കുക. അപ്പോൾ ചില കുട്ടികൾ സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യും, ചിലർ മീറ്ററിൽ മെഷർ ചെയ്യും, ഇല്ലേ, ചിലർ മില്ലിമീറ്ററിൽ പോയിട്ട് മെഷർ ചെയ്യും, അല്ലേ? അപ്പോൾ എന്ത് വരും? അവിടെ എറർ വരും, മിസ്റ്റേക്സ് വരും. എല്ലാവരും ഒരേ യൂണിറ്റിലാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഇത് പല യൂണിറ്റിലും പല ഇതിൽ മെഷർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? മിസ്റ്റേക്സ് ക്യാൻ കം. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഡാറ്റ എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി കാൺ ഡു എനിത്തിങ് മക്കളെ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മുതലേ ഇങ്ങോട്ട് തുടങ്ങണം കേട്ടോ. അപ്പം ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുന്നതാണ് എന്ത്? എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. രണ്ടാമത്തെ എന്താണെന്നറിയോ? സാമ്പിളിംഗ് ബയാസ്. സാമ്പിൾ എടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്സ്. ഇപ്പം നിങ്ങളോട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് അഗ്രികൾച്ചർ ലേബറേഴ്സിന്റെ ഉൾപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാവില്ല. കാരണം മനസ്സിലായോ? അതാണ് സാമ്പിളിംഗ് ബയാസ്, സാമ്പിൾ എടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്സ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പോയിട്ട് നിങ്ങൾ അഗ്രികൾച്ചർ ലേബറേഴ്സിനെ പോയി ഉൾപ്പെടുത്തുക. സോ എറർ ക്യാൻ കം, അല്ലേ? അതാണ് സാമ്പിളിംഗ് ബയാസ്. പിന്നെ ഒന്നുള്ള എന്താ അറിയോ? നോൺ റെസ്പോൺസ് റേറ്റ് ആണ്. നോൺ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചോദ്യം ചോദിക്കും, അവർ ഉത്തരം തരില്ല. അങ്ങനെ വരാം, അല്ലേ? നമുക്ക് വിചാരിച്ച ഉത്തരം കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ഡാറ്റ എഴുതുമ്പോൾ മിസ്റ്റേക്സ് വരാം. റെസ്പോൺസ് റേറ്റ് എഴുതുമ്പോൾ, അതായത് അവർ പറഞ്ഞു 15, 15, നിങ്ങൾ 15 എന്ന് എഴുതാം. അത് 15 അവർ പറഞ്ഞെങ്കിൽ നിങ്ങൾ എറർ 50 ആക്കൂ. 50 എന്ന് എഴുതി കഴിഞ്ഞാൽ മിസ്റ്റേക്സ് വരും. അതുപോലെ ഡാറ്റ എഴുതുന്ന സമയത്ത് സംടൈംസ് മിസ്റ്റേക്സ് ക്യാൻ കം. ഇങ്ങനെയൊക്കെ വരുന്നതാണ് നോൺ റെസ്പോൺസ് റേറ്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോൺ സാമ്പിളിംഗ് എററിന്റെ റീസൺസ്. ഓക്കെ. അയ്യോ പാവം ദേവിക is asking questions to everybody it seems. Elon Musk നോടാണെന്ന് ചോദിച്ചത് തോന്നുന്നു. Elon Musk, type and give the answer then and there. Okay. Then non sampling error വരാനുള്ള 3 കാരണങ്ങൾ ചോദിക്കാം. Okay. ഈ എലോൺ മാസ്ക് ആണെങ്കിൽ പാവം, ഒന്നും അറിയുന്നില്ല. ഓക്കെ. ദെൻ എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ വരാം, സാമ്പിളിംഗ് ബയാസ് വരാം, അതേപോലെ എന്ത് വരാം? നോൺ റെസ്പോൺസ് റേറ്റ് വരാം. ഈ 3 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം. മറന്നു പോകണ്ട കേട്ടോ, ഇത് ഒരു സീരിയസ് പ്രോബ്ലം ആണ്. യു നോ വൈ ഇറ്റ് ഇസ് എ സീരിയസ് പ്രോബ്ലം? ബിക്കോസ് വി cannot minimize. രണ്ടാമത്തെ പ്രാവശ്യം എഴുതുന്നേ, we cannot minimize. Okay, we cannot minimize this error. മിനിമൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതെന്ത്? ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ക്ലിയർ? അപ്പൊ നമ്മളെ സാമ്പിളിംഗ് എററും കഴിഞ്ഞു, അതേപോലെ വി ഫിനിഷ്ഡ് അവർ നോൺ സാമ്പിളിംഗ് എറർ. ഓക്കെ. നൗ ദ ലാസ്റ്റ് വൺ, ഗവൺമെന്റ് ഏജൻസീസ് ടു കണ്ടക്ട് സർവേ. ഇന്ത്യയിൽ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് വാട്ട് ആർ ദ വേരിയസ് ഗവൺമെന്റ് ഏജൻസീസ് ടു കണ്ടക്ട് സർവേ. അതായത് സർവേ കണ്ടക്ട് ചെയ്യാൻ നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള കുറച്ച് ഏജൻസിയാണ്. അതിൽ ആദ്യമാണ് CSO. ഇത് CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് CSO. ഓക്കെ, CSO. രണ്ടാമത്തതാണ് രജിസ്ട്രാർ, RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ.
പിന്നെ ഇവിടെ ഒന്നുണ്ട് NSSO ഉണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ രണ്ടാമത്തത്. പിന്നെ DGCIS, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ആൻഡ് ഇന്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അവരാണ് നമ്മുടെ രാജ്യത്തുള്ള കമേഴ്ഷ്യൽ, അതായത് ട്രേഡ്, അതിൻ്റെയൊക്കെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തത് ഇവരാണ് കേട്ടോ. അതേപോലെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്, RG ഉണ്ട്, ഇന്ത്യയിലെ മരണനിരക്കുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന് NSSO ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു സർവേക്ഷണ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഒരു ജേണൽ ഉണ്ട്, അതിലാണ് കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യുക, അതായത് അപ്ഡേഷൻ നടത്തുന്നത് ഈ ഒരു ജേണൽ കൂടിയാണ്. അവർ വിടും, ഈ ജേണൽ കൂടെ പുറത്തു വിടും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഇസ് ഗവൺമെന്റ് ഏജൻസീസ് ടു കണ്ടക്ട്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട് മക്കളെ, ദാറ്റ് ഇസ് നോൺ ആസ് ലേബർ ബ്യൂറോ. ലേബർ ബ്യൂറോ എന്ന് പറയുന്ന വേറൊരു ഏജൻസിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക, ലിസ്റ്റ് ഔട്ട് സം ഗവൺമെന്റ് ഏജൻസീസ് ടു കണ്ടക്ട് സർവേ ആണ്. അപ്പോൾ നിങ്ങൾ CSO, NSSO, RGI ആൻഡ് DGCIS. ഓക്കെ, സോ ദാറ്റ്സ് ദ ചാപ്റ്റർ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ മാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞു. സാമ്പിൾ സർവേ, നോൺ സാമ്പിളിംഗ് എറർ, അതെല്ലാം പഠിക്കാനുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ക്ലിയർ? ഓക്കെ ദെൻ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി ഓർമ്മയുണ്ടാവില്ലേ, വാട്ട് ഇസ് സാമ്പിൾ സർവേ, വാട്ട് ഇസ് സെൻസസ് മെത്തേഡ്, വാട്ട് ഇസ് ദിസ് ആൻഡ് ഓൾ. യു ഓക്കെ, PTA. ഓക്കെ, PTA ഒന്നും മനസ്സിലായില്ല. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. സോ ക്യാൻ വി വൈൻഡ് അപ്പ് ദ ക്ലാസ് ചിൽഡ്രൻ? ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്. ഓക്കെ, സി യു നെക്സ്റ്റ് ടൈം വിത്ത് നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സൂപ്പർ ക്ലാസ് ആയിരുന്നോ? താങ്ക് യു ഷാഹിദ് അഫ്രീദി അല്ല അഫ്രീദ്. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഓൾ സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതെല്ലാം നമ്മൾ ഇനി അടുത്തതിലുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ഉണ്ട്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ? ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഓർമ്മയുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. അതിൻ്റെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ കേരള സിലബസ് ഉള്ളവർക്ക് അറിയാം, ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ആർ ദേ ഫോർ എക്സാം. അപ്പോൾ ആ 5 ചാപ്റ്റർ നമ്മൾ നല്ലോണം തറോ ആക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, പത്തനംതിട്ട. ഓക്കെ, ഫൈൻ ദെൻ ചിൽഡ്രൻ, സി യു. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു ദെൻ. Now good night ആവാൻ. ഓക്കെ, ക്ലിയർ മുഫ്ലി. യെസ്, സെറ്റ് അല്ലേ? ഓക്കെ, ബൈ ദെൻ.